നമസ്കാരം. സഹകാരി റേസ് പ്ലസിന്റെ ഇൻഫർമേഷൻ ടെക്നോളജി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഇത് C++ൽ ഉള്ള ഒരു ടോപ്പിക്കാണ്. സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് C++ൽ ഒരുപാട് തരം സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടല്ലേ. അപ്പോൾ അതിലുള്ള 3 പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ്, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ്, ജമ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ്. അപ്പോൾ ഇത് അത്യാവശ്യം ലെങ്ത് ഉള്ള ഒരു ക്ലാസ് ആയിരിക്കും. കാര്യം നമ്മൾ ഈ ഓരോ ടൈപ്പ് സ്റ്റേറ്റ്മെന്റ്സും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ് അഥവാ സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്സ് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു വാക്കിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? ഡിസിഷൻ മേക്കിംഗ് അല്ലേ, ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ഈ ഡിസിഷൻ എടുക്കുന്നത് പ്രോഗ്രാമിനെ നമ്മൾ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് ബാക്കി നോട്ട് വായിച്ച് നോക്കാം. The statements provided by C++ for the selected execution of some statements. അപ്പോൾ ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സിനെ എക്സിക്യൂട്ട് ചെയ്യുകയാണ്. അതെങ്ങനെയാണ്? സെലക്റ്റഡ് എക്സിക്യൂഷൻ ആണ്. ഇതെന്താണ് എന്നിപ്പം കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവണമെന്നില്ല, പക്ഷെ എന്നാലും ആ വാക്കുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. സെലക്റ്റഡ് എക്സിക്യൂഷൻ ഓഫ് സം സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ചില സ്റ്റേറ്റ്മെൻറ്റുകളെ എക്സിക്യൂട്ട് ചെയ്യുകയാണ്, പക്ഷെ അതിൻ്റെ പ്രത്യേകത എന്താണത്? സെലക്റ്റഡ് എക്സിക്യൂഷൻ ആണ്. അപ്പോൾ ഈ സെലക്ഷനൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് വരുന്ന ബാക്കി പോയിന്റ്സിൽ നിന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് എന്ത് വിളിക്കുക? ദീസ് ആർ കോൾഡ് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓർ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇവിടെ ഈ പോയിന്റിൽ ശ്രദ്ധിക്കാനുള്ള 2 കാര്യമാണ്. ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റും സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റും ഒന്നാണ് എന്നുള്ളത്. ഇപ്പോൾ ചോദ്യത്തിൽ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റുകൾക്ക് ഉദാഹരണം എന്ന് ചോദിച്ചാലും അല്ലെങ്കിൽ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റുകൾക്ക് ഉദാഹരണം ചോദിച്ചാലും ഒരേ ഉത്തരവാണ് വരിക. ഓക്കെ, അപ്പോൾ 2 തരം സെലക്ഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണുള്ളത്. ഏതൊക്കെയാണ്? ഇഫ് ആൻഡ് സ്വിച്ച്. അപ്പോൾ ഇഫ് ആൻഡ് സ്വിച്ച് ആർ ദ 2 ടൈപ്പ് ഓഫ് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ C++. ഇഫിൽ തന്നെ വേറെയും ടൈപ്സ് ഉണ്ട്. ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്, ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്, എൽസ് ഇഫ് ലാഡർ, അങ്ങനെ പിന്നെ നെസ്റ്റഡ് ഇഫ്, അങ്ങനെ ഇങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. മറ്റൊന്ന് സ്വിച്ച് ആണ്. അപ്പോൾ 2 കാറ്റഗറി ഉണ്ട്. ഏതൊക്കെയാണ്? ഇഫ് സ്റ്റേറ്റ്മെൻറ്റും സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. ദ സെലക്ഷൻ വിൽ ബി ബേസ്ഡ് ഓൺ കണ്ടീഷൻസ്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു സെലക്റ്റഡ് എക്സിക്യൂഷൻ ആണല്ലേ. അപ്പോൾ ഈ സെലക്ഷൻ എങ്ങനെ നടക്കുന്നു? അത് കണ്ടീഷൻസിൻ്റെ ബേസിസിലാണ്. എന്തിൻ്റെ ബേസിസിലാണ്? കണ്ടീഷൻസിൻ്റെ ബേസിസിലാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അപ്പോൾ ഡിസിഷൻ തയ്യാറാക്കുകയാണല്ലേ, ഒരു ഡിസിഷൻ എടുക്കുകയാണ്. ആരാ എടുക്കുന്ന ഈ ഡിസിഷൻ? പ്രോഗ്രാമിനെ നമ്മൾ ഏൽപ്പിക്കുകയാണ് ഒരു ഡിസിഷൻ എടുക്കാൻ. അപ്പോൾ ഈ പ്രോഗ്രാമിനെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഡിസിഷൻ എടുക്കാൻ ഏൽപ്പിക്കുന്നത്? കണ്ടീഷൻസ് കൊടുക്കും. ഈ കണ്ടീഷൻ ശരിയാണെങ്കിൽ ഇന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുക, അല്ല ഇപ്പോൾ ഈ കണ്ടീഷൻ ഫോൾസ് ആണ്, തെറ്റാണെങ്കിൽ മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ചുമതല പ്രോഗ്രാമിനെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ കണ്ടീഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ്മെൻറ്റുകളെ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇപ്പോൾ അത് വ്യക്തമായില്ലേ എങ്ങനെയാണ് സെലക്റ്റഡ് എക്സിക്യൂഷൻ നടക്കുന്നതെന്ന്? കണ്ടീഷൻസിൻ്റെ ബേസിസിലാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, സെലക്ഷൻ നടക്കുന്നത്. അപ്പോൾ കണ്ടീഷൻസ് ആർ ഫോംഡ് ബൈ റിലേഷണൽ ഓർ ലോജിക്കൽ എക്സ്പ്രഷൻ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ ഓപ്പറേറ്റേഴ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലേ, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് ഓപ്പറേറ്റേഴ്സ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കണ്ടീഷൻസ് നമ്മൾ കൊടുക്കുന്ന ഓരോ, ഇപ്പം റിലേഷണൽ ആണെങ്കിൽ, റിലേഷണൽ എന്ന് പറയുമ്പം ഇപ്പം എ ബിയേക്കാളും വലുതാണോ? അപ്പോൾ എയും ബിയും തമ്മിലുള്ള റിലേഷണൽ ആണല്ലേ. അല്ലെങ്കിൽ ലോജിക്കലായിട്ടുള്ള ഇതുപോലെയുള്ള ടൈപ്പ് ഓഫ് കണ്ടീഷൻസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ആ കണ്ടീഷൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുക? സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒന്നും കൂടെ നോക്കിക്കേ, നമ്മളിവിടെ എന്താ പറഞ്ഞത്? സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റുകളെ പറ്റിയാണ്. സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റുകളെ തന്നെയാണ് എന്തെന്നറിയപ്പെടുക? ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എന്നും അറിയപ്പെടുന്നത്. C++ൽ 2 ടൈപ്പ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് അഥവാ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. ഏതൊക്കെയാണ്? ഇഫ് സ്റ്റേറ്റ്മെൻറ്റും സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റും. ഈ സെലക്ഷൻ നടക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? കണ്ടീഷൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് സെലക്ഷൻസ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ഒന്നുകിൽ റിലേഷണൽ എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ ലോജിക്കൽ എക്സ്പ്രഷൻസ് ആണ്. അപ്പോൾ നമുക്ക് C++ലുള്ള ഓരോ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് നോക്കിയാലോ. ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇഫ് എന്ന് പറയുമ്പം എന്തായിരിക്കും? ഇഫ് ഈ കണ്ടീഷൻ ശരിയാണെങ്കിൽ എന്നുള്ളൊരു കണ്ടീഷനാണ്, അതാണ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഇഫ് എൽസ് ആണെങ്കിൽ, ഇഫ് ഈ കണ്ടീഷൻ ശരിയാണെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യുക, എൽസ് അല്ലെങ്കിൽ മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കും, അത് എക്സിക്യൂട്ട് ചെയ്യുക. അങ്ങനെയാണ് ഈ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് പൊതുവെ വർക്ക് ചെയ്യുക. അതിലേറ്റവും ഫസ്റ്റ് നമ്മൾ പഠിക്കാനുള്ള കാറ്റഗറി വെറുതെ നോർമലായിട്ട് ഇഫ് മാത്രം കൊടുക്കുന്നതാണ്. അതിനെ എന്താ പറയുക? ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വിളിക്കുന്നു. ദ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് യൂസ്ഡ് ടു സെലക്ട് എ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഫോർ ദ എക്സിക്യൂഷൻ ബേസ്ഡ് ഓൺ
എ കണ്ടീഷൻ, ഇവിടെ ഒരു കണ്ടീഷനാണ്. ഓക്കെ, ഒരു കണ്ടീഷൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ്മെൻറ്റുകളെ എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് യൂസ്ഡ് ടു സെലക്ട് എ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒന്നോ അതിൽ കൂടുതലോ സ്റ്റേറ്റ്മെൻറ്റ്സിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ബേസ്ഡ് ഓൺ എ കണ്ടീഷൻ. അവിടെ ഒരു കണ്ടീഷനാണ് നമ്മൾ കൊടുക്കുക, ഒരു കണ്ടീഷൻ്റെ അടിസ്ഥാനത്തിൽ. ഓക്കെ, ഇൻ C++, കണ്ടീഷനെ ടെസ്റ്റ് എക്സ്പ്രഷൻ എന്ന് കാണപ്പെടാൻ സാധിക്കും. ഇപ്പോൾ ഇത് കൊടുക്കാൻ കാരണം മറ്റൊന്നുമല്ല, എക്സാമിൽ ഇപ്പോൾ സിൻടാക്സ് ചോദിക്കുകയാണ്, ഇഫിൻ്റെ ബ്രാക്കറ്റിൽ കണ്ടീഷന് പകരം ടെസ്റ്റ് എക്സ്പ്രഷൻ എന്നാണ് കിടക്കുന്നതെങ്കിൽ കൺഫ്യൂഷൻ ആവാതിരിക്കാനാണ് ഇതും കൂടെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. കണ്ടീഷൻ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ അതിനെ ടെസ്റ്റ് എക്സ്പ്രഷൻ എന്നും വിളിക്കാം കേട്ടോ. ദേ ആർ പ്രൊവൈഡഡ് ബൈ റിലേഷണൽ ഓർ ലോജിക്കൽ എക്സ്പ്രഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു കണ്ടീഷൻസ് ഒന്നെങ്കിൽ അതൊരു റിലേഷണൽ എക്സ്പ്രഷൻ ആയിരിക്കും, അതായത് എയും ബിയും തമ്മിൽ കമ്പയർ ചെയ്യുന്ന അവ തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കത്തക്ക തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആവാം, അല്ലെങ്കിൽ ലോജിക്കലായിട്ടുള്ള ഫൈൻഡിങ്സ്, ലോജിക്കലായിട്ടുള്ള കണ്ടീഷൻസും വരാം. ദ സിൻടാക്സ് ഓഫ് ഇഫ് സ്റ്റേറ്റ്മെന്റ്, നമുക്കിനി അടുത്തത് നോക്കാനുള്ളത് ഇഫിൻ്റെ സിൻടാക്സ് ആണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഒരു പോയിന്റ് എന്തായിരുന്നു? ഇവിടെ ഒരു കണ്ടീഷനാണ് കൊടുക്കുന്നത് കേട്ടോ, ഒരു കണ്ടീഷനാണ് കൊടുക്കുന്നത്. നമുക്കതിൻ്റെ സിൻടാക്സ് നോക്കാം. അപ്പോൾ ഇവിടെ സിൻടാക്സ് ആദ്യം നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ എന്ന് ഉദ്ദേശിക്കുന്ന എന്തുവാണ്? കണ്ടീഷനാണ് കേട്ടോ. അപ്പോൾ ഇഫ് ബ്രാക്കറ്റിനകത്ത് കണ്ടീഷൻ കൊടുക്കുന്നു, ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് എന്ന് കൊടുത്തിരിക്കുന്ന മറ്റൊന്നുമല്ല, ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ്സും എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇഫ് കൊടുക്കുന്നു, കണ്ടീഷൻ കൊടുക്കുന്നു, ബ്രാക്കറ്റിനകത്ത് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ എന്തെല്ലാം ഉണ്ട്? ഹിയർ ദ ടെസ്റ്റ് എക്സ്പ്രഷൻ റെപ്രസെൻറ്റ്സ് എ കണ്ടീഷൻ. കൊടുക്കുന്ന കണ്ടീഷനെയാണ് എന്ത് റെപ്രസെൻറ്റ് ചെയ്യുക? ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇഫ് ദ ടെസ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ്സ് ടു ട്രൂ, ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ, ശരിയാണെങ്കിൽ എന്ത് സംഭവിക്കും? എ സ്റ്റേറ്റ്മെൻറ്റ് ഓർ എ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ് ഈസ് എക്സിക്യൂട്ടഡ്. ഒരു സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റോ അതുമായിട്ട് ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. എപ്പോഴാണ് എക്സിക്യൂട്ട് ചെയ്യുക? കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ അതിൻ്റെ സിൻടാക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇഫ് ബ്രാക്കറ്റ്, നോർമൽ ബ്രാക്കറ്റിനകത്താണ് കണ്ടീഷൻ കൊടുക്കുന്നത്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആണ്. നോർമൽ ബ്രാക്കറ്റിൽ വേണം നമ്മൾ കണ്ടീഷൻ കൊടുക്കാൻ. അപ്പോൾ അതിനകത്ത് ഒന്നുകിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ എന്നായിരിക്കും കിടക്കുക, അല്ലെങ്കിൽ കണ്ടീഷൻ എന്നായിരിക്കും കിടക്കുക. അതിനുശേഷം സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നത് കേളി ബ്രേസസിനുള്ളിലാണ്. ഈ ഇഫിനൊന്നും സെമികോളൻ യൂസ് ചെയ്യാറില്ല. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റിന് ഒരു സെമികോളൻ കൊടുക്കുക. നമ്മൾ കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിന് എന്ത് കൊടുത്തിരിക്കണം? സെമികോളൻ കൊടുത്തിരിക്കണം. അപ്പോൾ ഇത് ഒന്നും കൂടെ വ്യക്തമാവാനായിട്ട് നമുക്കൊരു എക്സാമ്പിൾ ചെക്ക് ചെയ്യാം. ഇഫ് 20 ഗ്രേറ്റർ ദാൻ 18 എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നു. എന്താണത്? 20 18-നേക്കാൾ വലുതാണെങ്കിൽ, അതൊരു റിലേഷൻ അല്ലേ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തൊരു പോയിന്റ് ഉണ്ട്, കണ്ടീഷൻസ് ഒന്നെങ്കിൽ റിലേഷണൽ ആയിട്ടുള്ളതാവാം അല്ലെങ്കിൽ ലോജിക്കൽ ആയിട്ടുള്ളതാവാം. അപ്പോൾ ഇവിടെ ഒരു റിലേഷണൽ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താ കൊടുത്തിരിക്കുന്നത്? ഇഫ് 20 ഗ്രേറ്റർ ദാൻ 18. അപ്പോൾ ഇവിടെയാണല്ലേ അത് വരിക. ഇഫ് 20 ഗ്രേറ്റർ ദാൻ 18, ഈ കൊടുത്തിരിക്കുന്ന സംഭവമാണിത്. ഓക്കെ, സിൻടാക്സിൻ്റെ ഈ പാർട്ടാണത്. അതിനുശേഷം ഇവിടെ സെമികോളൻ ഇല്ല, അതിനുശേഷം കേളി ബ്രേസസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ഇവിടെയായിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. അപ്പോൾ ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ എക്സിക്യൂട്ട് ചെയ്യും. സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? സി ഔട്ട് നമുക്കറിയാമല്ലേ, കൺസോൾ ഔട്ട്പുട്ടാണ്. എന്തിനു വേണ്ടിയാണ്? ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി C++ൽ ഉപയോഗിക്കുന്നതാണ് സി ഔട്ട്. അതിനുശേഷം ഓപ്പറേറ്റർ കൊടുത്തു, ഡബിൾ കോട്ട്സിനകത്ത് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു, ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്തു. നമുക്കറിയാം സ്റ്റേറ്റ്മെൻറ്റിന് ശേഷം എന്ത് കൊടുക്കണം? സെമികോളൻ കൊടുക്കണം. അപ്പോൾ ഡബിൾ കോട്ട്സിന് ശേഷം സെമികോളൻ കൊടുത്തു. കേളി ബ്രേസസ് എന്ത് ചെയ്തിരിക്കണം? ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഇവിടെ ക്ലോസ് ചെയ്യുക. അപ്പോൾ ഈ കൊടുത്ത കണ്ടീഷൻ ശരിയാണെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന കാര്യം എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ കണ്ടീഷൻ തെറ്റാണെങ്കിലോ എന്നുള്ളൊരു സിറ്റുവേഷൻ വരാം അല്ലേ. അപ്പോൾ അങ്ങനെ കുറച്ചും കൂടെ ഒന്ന് ഡിഫൈൻഡ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പോൾ തെറ്റിപ്പോവാണ്, കണ്ടീഷൻ തെറ്റിപ്പോവുകയാണെങ്കിൽ അവിടെ കൊടുക്കാനുള്ള ഒരു ഓൾട്ടർനേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റും കൂടെ എൽസിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ വരും? ഇഫ് ദ കണ്ടീഷൻ ഇസ് ട്രൂ ഓൺലി ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് എക്സിക്യൂട്ടഡ്. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമ്മൾ നേരത്തെ നോക്കിയ പോലെ ഇഫിൽ വന്നതുപോലെ ആദ്യം കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഇഫ് കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ് 1, ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് 1 എക്സിക്യൂട്ട് ചെയ്യും. ഇഫ് ദ കണ്ടീഷൻ ഈസ് ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് എക്സിക്യൂട്ടഡ്. അപ്പോൾ ഇവിടെ എന്താണ്? ഇപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ തെറ്റാണ്.
കണ്ടീഷൻ തെറ്റാണെങ്കിൽ ഈ എൽസിൽ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ വെൻ വി റൈറ്റ് ആൻ ഇഫ് സ്റ്റേറ്റ്മെന്റ് ഇൻസൈഡ് അനദർ ഇഫ് ബ്ലോക്ക് ഇറ്റ് ഈസ് കോൾഡ് നെസ്റ്റിംഗ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് നെസ്റ്റിംഗ്? നെസ്റ്റിംഗ് എന്നുള്ള വാക്ക്, നെസ്റ്റിംഗ് ഇഫ് ബ്ലോക്ക് ഒക്കെ നെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഇഫിനകത്ത് മറ്റൊരു ഇഫ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നതിനെയാണ് നെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു എക്സാമ്പിളും കൂടെ നോക്കിയാലോ. ഇവിടെ എന്തുണ്ട്? ഒരു നമ്പർ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടില്ല. സി ഔട്ടിൽ എൻ്റർ എനി നമ്പർ എന്ന് കൊടുത്തിരിക്കുന്നു. എൻ്റർ എനി നമ്പർ എന്ന് നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ സിൻ വഴി നമ്മളൊരു നമ്പർ അങ്ങോട്ട് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ NO എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് എന്താണ്? വേരിയബിളിന് ഡിക്ലെയർ ചെയ്തിരിക്കുന്ന പേരാണ്. അപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? അവിടെ വേരിയബിളിന് വേണ്ടിയിട്ട് NO എന്ന് പറയുന്ന ഒരു സ്പേസ് ഇങ്ങനെ അലോക്കേറ്റ് ചെയ്യും. അപ്പോൾ എൻ്റർ എനി നമ്പർ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ NO എന്ന് അടിച്ചു കൊടുക്കും അല്ലേ? NO എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ വേരിയബിൾ വേണ്ടി അവിടെ ഒഴിച്ചിട്ട സ്ഥലത്ത് നമ്മൾ അടിച്ചു കൊടുക്കുന്ന നമ്പർ ചെന്നിരിക്കും. അതാണ് ബേസിക്കലി സംഭവിക്കുന്നത്. അതിനുശേഷം കണ്ടീഷൻ കൊടുക്കുകയാണ്. ഇത് മുതലാണ് നമുക്ക് ആവശ്യമുള്ള ഭാഗം. ഇഫ് NO mod 2 ഈക്വൽ ടു 0, അവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? അവിടെ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ NO എന്ന് പറയുന്നത് നമ്മൾ കൊടുത്ത നമ്പർ, ഫോർ എക്സാമ്പിൾ അത് 4 ആണെന്ന് വെക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? 4 mod 2 ഈക്വൽ ടു 0. ഈ മോഡുലസ് എന്താണ്? മോഡുലസ് എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡറിനെ സൂചിപ്പിക്കുന്നതാണ് മോഡ്. ഇപ്പോൾ 4 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് റിമൈൻഡർ കിട്ടില്ലേ? കോഷ്യൻറ്റിനെ പറ്റിയല്ല, കോഷ്യൻറ്റ് 4/2 ആണ്. റിമൈൻഡർ ആണ് എന്ത്? 4 mod 2. അപ്പം 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്താണ്? 0 ആണല്ലേ. 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്താണ്? 1 ആണ്. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ 4 mod 2 ഈക്വൽ ടു 0 ആണോ എന്ന് ചെക്ക് ചെയ്യും. ശരിയാണല്ലേ. 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം റിമൈൻഡർ 0 കിട്ടും. അപ്പോൾ എന്ത് സംഭവിക്കും? അത് ട്രൂ ആയിട്ട് കിട്ടിയിരിക്കുകയാണ്. ആ കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ ഫസ്റ്റ് ഇഫിൽ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇപ്പം നമ്മളൊരു ഓഡ് നമ്പർ കൊടുത്തു, 5 കൊടുത്തു. 5 mod 2 ഈക്വൽ ടു 0. ഇവിടെ 5 ആണ്, 8 അല്ല. 5 mod 2 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? അത് കണ്ടീഷൻ തെറ്റാണല്ലേ. 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 കിട്ടത്തില്ല, 1 ആണ് കിട്ടുന്നത്. അപ്പോൾ കണ്ടീഷൻ എന്തായി? ഫോൾസ് ആയി. അപ്പോൾ ഇഫ് ബ്ലോക്ക് ആയിരിക്കില്ല എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇഫ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യില്ല, പകരം എന്ത് എക്സിക്യൂട്ട് ചെയ്യുന്നു? എൽസ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇതാണ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഒരു കണ്ടീഷൻ കൊടുക്കുന്നു, അത് ട്രൂ ആണെങ്കിൽ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ഇഫിന് കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ആ കണ്ടീഷൻ ഫോൾസ്, നമ്മൾ ഒരിടത്തേ കണ്ടീഷൻ കൊടുക്കുന്നുള്ളൂ, അത് ഓർക്കുക. ഇവിടുത്തെ ആ കണ്ടീഷൻ്റെ ബേസിസിലാണ് ഈ ബോഡി മൊത്തം ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എൽസ് ബ്ലോക്കിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഔട്ട്പുട്ട് എന്ത് കിട്ടും? ഓഡ് നമ്പർ എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, ഇതാണെന്ത്? ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഒന്നും കൂടെ സിൻറ്റാക്സ് നോക്കുക. സിൻറ്റാക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ എക്സാമിന് ചോദിച്ചാൽ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസിൻ്റെ ബേസിസിൽ തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓരോ ചെറിയ കാര്യങ്ങൾ ഇവിടെ ഓർത്ത് വയ്ക്കുക. ഇഫ് കണ്ടീഷൻ നോർമൽ ബ്രാക്കറ്റിനകത്താണ് കൊടുക്കുന്നത്. സെമികോളൻ ഉണ്ടോ? സെമികോളൻ ഇല്ല. അതിനുശേഷം കേളി ബ്രേസസിനുള്ളിലാണ് ബോഡി എഴുതുന്നത്. ഇഫിന് ശേഷം ഒരു കേളി ബ്രേസ് ഉണ്ട്. ആ കേളി ബ്രേസിനുള്ളിലാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, അതായത് ഇഫിന്റെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത്. ഓക്കെ, അതിനുശേഷം സെമികോളൻ ഉണ്ട്. അപ്പോൾ ഇവിടെ സ്റ്റേറ്റ്മെന്റിൽ സെമികോളൻ തന്നിട്ടില്ല, ശ്രദ്ധിക്കുക. സ്റ്റേറ്റ്മെന്റിന് ശേഷം സെമികോളൻ ഉണ്ട്. അതിനുശേഷം ആ കേളി ബ്രേസ് ക്ലോസ് ചെയ്യുന്നു. എൽസ് കൊടുക്കുക. എൽസിന്റെ കേളി ബ്രേസസിനുള്ളിൽ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിനും സെമികോളൻ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഇനി അടുത്തത് എൽസ് ഇഫ് ലാഡർ ആണ്. എന്താണ് എൽസ് ഇഫ് ലാഡർ? ലാഡർ എന്ന് വെച്ചാൽ എന്താണ്? ഏണി അല്ലേ, ഒരുപാട് പടികളുള്ള ഏണി. അതുപോലെ തന്നെയാണ് എൽസ് ഇഫും. അതായത് ഒരുപാട് എൽസ് ഇഫ് നമുക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ വരുന്ന ഒരു ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ആണ് എൽസ് ഇഫ് ലാഡർ. അപ്പോൾ when we want to select one action from more than 2 actions, different conditions will be given and each condition will decide which statement is to be selected for execution. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ ഡിഫറെൻറ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അതായത് നമുക്ക് എന്ത് സാധിക്കും? നമുക്ക് ഒരുപാട് കണ്ടീഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിനെയാണ് ഈ എൽസ് ഇഫ് ലാഡറിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു കണ്ടീഷൻ്റെ അടിസ്ഥാനത്തിൽ എക്സിക്യൂട്ട് ചെയ്യണതാണല്ലേ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, നമുക്ക് ഒരുപാട് കണ്ടീഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഒന്നുകൂടെ വായിച്ചു നോക്കിയേ. when we want to select one action from more than 2 actions, different conditions will be given. അപ്പോൾ ഒരുപാട് കണ്ടീഷൻസ് കൊടുക്കാൻ വേണ്ടി സാധിക്കും. ആൻഡ് ഈച്ച് കണ്ടീഷൻ വിൽ ഡിസൈഡ് വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ടു ബി സെലക്റ്റഡ് ഫോർ എക്സിക്യൂഷൻ. ഓരോ കണ്ടീഷനും
ഇതിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഈച്ച് കണ്ടീഷൻ വിൽ ഡിസൈഡ് വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ടു ബി സെലക്റ്റഡ് ഫോർ എക്സിക്യൂഷൻ. എക്സിക്യൂഷൻ ആവശ്യമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതെടുക്കണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഓരോ കണ്ടീഷൻ്റെയും ചുമതലയാണ്. ഓക്കെ, അപ്പോൾ ഫോർ ദിസ് വി ക്യാൻ യൂസ് എൽസ് ഇഫ് ലാഡർ. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് ഒരുപാട് കണ്ടീഷൻസ് കൊടുക്കാൻ സഹായിക്കുന്ന അതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് എൽസ് ഇഫ് ലാഡർ. ഓക്കെ, ഓൾസോ റെഫർ ടു ആസ് ദ എൽസ് ഇഫ് സ്റ്റെയർ കേസ്. ലാഡർ പോലെ അല്ലെ ഏണി പോലെ അല്ലെങ്കിൽ പടിപടി പോലെ എന്നും നമുക്ക് വിളിക്കാം. എൽസ് ഇഫ് സ്റ്റെയർ കേസ് എന്നും ഇതിനെ റെഫർ ചെയ്യാറുണ്ട്. പൊതുവേ ഇതിനെ വിളിക്കുന്നത് എൽസ് ഇഫ് ലാഡർ അല്ലെങ്കിൽ ഇഫ് എൽസ് ഇഫ് ലാഡർ, അങ്ങനെ പല പല പേരിൽ വിളിക്കാം കേട്ടോ. ബിക്കോസ് ഓഫ് ഇറ്റ്സ് അപ്പിയറൻസ്, ഇതിൻ്റെ അപ്പിയറൻസ് കാരണമാണ് കേട്ടോ. അപ്പിയറൻസ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഇതിൻ്റെ ഈ സിൻഡാക്സ് ഇല്ലേ, സിൻഡാക്സിൻ്റെ ആ ഒരു അപ്പിയറൻസ് ആണ് ഇങ്ങനെ ഒന്നിന് ശേഷം ഒന്ന് ഒന്നിന് ശേഷം ഒന്ന് അങ്ങനെ പടിപടി പോലെ കിടക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ ഇങ്ങനെ വിളിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇഫ് എൽസ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ഇതേ സാധനത്തിൻ്റെ പല പല പേരുകളാണ് പറയുന്നത്. ഇതിനെ എൽസ് ഇഫ് ലാഡർ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ എൽസ് ഇഫ് സ്റ്റെയർ കേസ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഇഫ് എൽസ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വിളിക്കാം. കാരണം എന്താണ്, ആദ്യം ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കും, അതിനുശേഷം ഒരു എൽസ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കും, അങ്ങനെ. ഓക്കെ, ദ ജനറൽ ഫോം ഓഫ് എൽസ് ഇഫ് ലാഡർ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സിൻഡാക്സ് ആണ് ഇനി അടുത്ത നോക്കുന്നത്. ഇഫ് കണ്ടീഷൻ കൊടുത്തു, ഇഫിൻ്റെ ബ്രാക്കറ്റിൽ നമ്മളൊരു കണ്ടീഷൻ കൊടുത്തു, ആ കണ്ടീഷൻ ശരിയാണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റും കൊടുത്തു. അതിനുശേഷം ഇപ്പോൾ ഈ കണ്ടീഷൻ തെറ്റാണെങ്കിൽ എൽസ് ഇഫ് എന്ന് പറഞ്ഞ് മറ്റൊരു കണ്ടീഷൻ കൊടുക്കുകയാണ്. ഇപ്പം അല്ലെങ്കിൽ എങ്കിൽ ഈ കണ്ടീഷൻ നോക്കിക്കേ എന്നുള്ളൊരു സിറ്റുവേഷൻ. അപ്പോൾ ആദ്യം ഒരു കണ്ടീഷൻ തരുന്നു, അത് തെറ്റാണ്. ഓക്കെ, തെറ്റാണെങ്കിൽ കുഴപ്പമില്ല, അടുത്ത കണ്ടീഷൻ നോക്കിക്കേ എന്നുള്ളൊരു രീതിക്കാണ് കൊടുക്കുന്നത്. എൽസ് ഇഫിന് ശേഷം ഒരു കണ്ടീഷൻ കൊടുക്കുന്നു, രണ്ടാമത്തെ കണ്ടീഷൻ. ആ കണ്ടീഷൻ ശരിയാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഈ കണ്ടീഷൻ തെറ്റാണെങ്കിൽ എന്ത് ചെയ്യും, അടുത്ത എൽസ് ഇഫിനകത്തുള്ള കണ്ടീഷൻ ശരിയാണോ എന്ന് നോക്കും. അപ്പോൾ ആ കണ്ടീഷൻ ശരിയാണെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ആ കണ്ടീഷനും തെറ്റാണ്, അങ്ങനെയെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ഇതൊന്നും ശരിയായില്ലെങ്കിൽ ഒരു എൽസ് ബ്ലോക്ക് കാണും. അവിടെ കണ്ടീഷനൊന്നുമില്ല. ഓക്കെ, എൽസിന് കണ്ടീഷനൊന്നും കൊടുക്കുന്നില്ല. ഈ കൊടുത്തിരിക്കുന്ന ഒന്നും ശരിയല്ലെങ്കിൽ എങ്കിൽ പിന്നെ ഇത് എക്സിക്യൂട്ട് ചെയ്തോ എന്നുള്ള പോലെ. ഓക്കെ, പിന്നെ ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന എൽസിനകത്തുള്ള കണ്ടീഷൻ എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഇത് അത്യാവശ്യം വലിയൊരു സിൻഡാക്സ് ആയതുകൊണ്ട് നമുക്ക് ഈ സിൻഡാക്സിനെ ഒന്നും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പരിശോധിക്കാം അല്ലേ. അറ്റ് ഫസ്റ്റ് ദ കണ്ടീഷൻ 1 ഇസ് ഇവാലുവേറ്റഡ്. അപ്പോൾ ആദ്യം എന്ത് സംഭവിക്കും, കണ്ടീഷൻ 1നെയാണ് നോക്കുന്നത്. ഇഫ് ഇറ്റ് ഈസ് ട്രൂ, അത് ട്രൂ ആണെങ്കിൽ എന്ത് സംഭവിക്കും, സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 1 ഇസ് എക്സിക്യൂട്ടഡ് ആൻഡ് ദ കൺട്രോൾ കംസ് ഔട്ട് ഓഫ് ദ ലാഡർ. ഇതുവരെ നമ്മൾ പറഞ്ഞു കണ്ടീഷൻ 1 ശരിയാണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 1 എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്, കൺട്രോൾ കംസ് ഔട്ട് ഓഫ് ദ ലാഡർ. എന്ന് വെച്ചാൽ എന്താ, ഇപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ ശരിയാണ് എങ്കിൽ ഈ ബ്ലോക്ക് ഇവിടെ എക്സിക്യൂട്ട് ചെയ്ത് ആ പരിപാടി അവിടെ നിർത്തുകയാണ്. പിന്നെ ബാക്കി എക്സിക്യൂഷൻ ഒന്നും നടക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ കണ്ടീഷൻ തെറ്റാണ്, അടുത്ത കണ്ടീഷനാണ് ശരിയെങ്കിൽ അതിലേക്ക് കടക്കും. ഈ കണ്ടീഷൻസ് ഒക്കെ തെറ്റാണ്, ഈ മൂന്നാമത് കൊടുത്തിരിക്കുന്ന കണ്ടീഷനാണ് ശരിയെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് പിന്നെ ബാക്കി കാര്യങ്ങൾ ചെക്ക് ചെയ്യാനേ പോകണില്ല. അതാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, കൺട്രോൾ കംസ് ഔട്ട് ഓഫ് ദ ലാഡർ, അവിടെ വെച്ച് അത് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് ദ റെസ്റ്റ് ഓഫ് ദ ലാഡർ ഇസ് ബൈപാസ്ഡ്. അതായത് അതിന് ശേഷമുള്ള ബാക്കി ഭാഗങ്ങളെല്ലാം വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. ഇറ്റ് ഇസ് ബൈപാസ്ഡ്. ഇഫ് കണ്ടീഷൻ 1 ഇവാലുവേറ്റ്സ് ടു ഫോൾസ്, ഇപ്പോൾ കണ്ടീഷൻ 1 തെറ്റാണെങ്കിൽ then the test expression 2 is evaluated and so on. ടെസ്റ്റ് എക്സ്പ്രഷൻ 2 എന്ന് ഉദ്ദേശിക്കുന്നത് സെക്കൻഡ് കണ്ടീഷൻ. അപ്പോൾ കണ്ടീഷൻ 1 തെറ്റാണെങ്കിൽ രണ്ടാമത്തെ കണ്ടീഷൻ നോക്കും, അത് തെറ്റാണെങ്കിൽ മൂന്നാമത്തെ കണ്ടീഷൻ നോക്കും. ഇപ്പോൾ മൂന്നാമത്തെ കണ്ടീഷൻ ശരിയാണെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് പരിപാടി അവിടെ അവസാനിപ്പിക്കും. അതാണ് സംഭവിക്കുന്നത്. Okay, if any of the test expression evaluates to true, the corresponding statement block is executed. ഈ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റിനെ എക്സിക്യൂട്ട് ചെയ്യും. കൺട്രോൾ ആ ലാഡറിൽ നിന്ന് പുറത്തു വരും. ഇറ്റ് കംസ് ഔട്ട് ഓഫ് ദ ലാഡർ. ഇഫ് ഓൾ ദ ടെസ്റ്റ് എക്സ്പ്രഷൻസ് ആർ ഇവാലുവേറ്റഡ് ടു ഫോൾസ്, ഇപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന എല്ലാ കണ്ടീഷൻസും തെറ്റാണ്. അപ്പോൾ എന്ത് സംഭവിക്കും, ദ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് എൻ ആഫ്റ്റർ ദ ഫൈനൽ എൽസ് ഇസ് എക്സിക്യൂട്ടഡ്. ഇവിടെ എന്നത് ഉദ്ദേശിക്കുന്ന മറ്റൊന്നുമല്ല, ഇവിടെ എത്ര നമ്പർ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് എൻ, ഇവിടെ നമുക്ക് നമ്പർ ഇങ്ങനെ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് എന്നൊന്ന് കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. ഈ ബ്ലോക്ക് ആയിരിക്കും എൽസിൽ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു എൽസ് ഇഫ് ലാഡർ വരുന്നത്. നമുക്കിനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ ഒരു എക്സാമ്പിൾ നോക്കാം. കാണുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും, പക്ഷേ സംഭവം ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നു, ഇൻറ്റ് സ്കോർ ഇസ് ഈക്വൽ ടു 85. അതായത് സ്കോർ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, അതിനകത്ത് 85 എന്ന് പറയുന്ന വാല്യൂ വെച്ചിരിക്കുകയാണ്. അതിനുശേഷം ഒരു സെമിക്കോളൻ ഉണ്ട്, അത് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ബോഡിയിലേക്ക് വരികയാണ്. ഇഫ് കണ്ടീഷൻ കൊടുക്കുകയാണ്, സ്കോർ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 90.
അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? നമ്മൾ കൊടുത്തിരിക്കുന്നത് എത്രയാണ്? 85 ആണല്ലേ, 85. ആദ്യത്തെ കണ്ടീഷൻ സ്കോറിനെ നമ്മൾ കൊടുത്തിരിക്കുന്നത് എത്രയാണ്? സ്കോറിൻ്റെ വാല്യൂ 85 ആണ്, 85. ഫസ്റ്റ് കണ്ടീഷൻ ഇഫ് സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? 85 90-നേക്കാളും വലുതോ തുല്യമോ ആണോ എന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ 85 90-നേക്കാളും വലുതല്ല അല്ലേ, വലുതും അല്ല തുല്യമോ അല്ല. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? തെറ്റാണ്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ നോക്കുന്നില്ല, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എക്സിക്യൂഷൻ നടക്കുന്നില്ല. എന്നിട്ട് ഇത് എന്ത് ചെയ്യും? അവിടെ നിന്ന് സ്കിപ്പ് ചെയ്ത് രണ്ടാമത്തെ കണ്ടീഷനിലോട്ട് വരും. എൽസിഫിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യും. എൽസിഫിൻ്റെ ബ്രാക്കറ്റിനകത്ത് എന്താ ഉള്ളത്? സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 80. അപ്പോൾ സ്കോറിൻ്റെ വാല്യൂ എത്രയാണ്? 85 ആണല്ലേ. അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 80 ആണോ എന്ന് ചെക്ക് ചെയ്യും. 80-ന് തുല്യമോ അല്ലെങ്കിൽ 80-ൽ കൂടുതലോ ആണോ എന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ ശരിയാണ്, 85 എന്തിന് വലുതാണ്? 80-നേക്കാളും വലുതാണ്. അപ്പോൾ എൽസിഫ് കണ്ടീഷൻ, രണ്ടാമത് കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ ശരിയാണ്. അപ്പം നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഔട്ട്പുട്ട് വിൻഡോയിൽ എന്ത് കിട്ടും? ഗ്രേഡ് ബി എന്ന് പറഞ്ഞ് കിട്ടും. എന്ത് കിട്ടും? ഗ്രേഡ് ബി. ഓക്കെ, ഗ്രേഡ് ബി എന്ന് പറഞ്ഞ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അതിനുശേഷം ബാക്കി ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അടുത്ത കണ്ടീഷൻസ് ഒന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടി, അപ്പോൾ പ്രോഗ്രാം അവിടെ വെച്ച് തീർന്നു. ഇതായിരിക്കും നമ്മുടെ ഉത്തരം. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് സംഭവിക്കുന്നത്? ഒരു എൽസിഫ് ലാഡർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ള മറ്റ് കുറച്ച് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇഫ് കണ്ടീഷൻ കൊടുക്കുന്നത് ബ്രാക്കറ്റിനകത്താണ്. എൽസിഫിന് നമ്മൾ കണ്ടീഷൻസ് കൊടുക്കണം. എൽസിന് കണ്ടീഷൻസ് ഒന്നുമില്ല. ഇപ്പം ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ കണ്ടീഷനിൽ ഒന്നും ഉൾപ്പെട്ടില്ല എങ്കിൽ താഴെ ഏറ്റവും എൽസിൽ കിടക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന 85-ന് പകരം 10 എന്ന് വല്ലതും ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഇതിലൊന്നിലും ആ ഒരു കണ്ടീഷൻ ഇല്ല അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും? എൽസ് കണ്ടീഷൻ എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് എൽസിഫ് ലാഡർ. ഓക്കെ, നമുക്കിനി അടുത്ത ടൈപ്പ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് കടക്കാം. സ്വിച്ച് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കുക. നമ്മൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണല്ലേ നോക്കിയത്. ഇഫിൽ എത്ര ടൈപ്പ് ഉണ്ട്? നോർമൽ ഇഫ് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഇഫ് എന്ന് പറയുമ്പോൾ ട്രൂ കണ്ടീഷൻ അല്ലേ, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഇഫ് എൽസ് എന്ന് പറയുമ്പം കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇഫ് ബ്ലോക്കിലെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എൽസ് ബ്ലോക്കിലെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. എൽസിഫ് ലാഡർ ആണെങ്കിൽ എന്ത് സംഭവിക്കും? ആദ്യത്തെ കണ്ടീഷൻ നോക്കും, തെറ്റാണെങ്കിൽ അടുത്ത എൽസിഫിനകത്തുള്ള കണ്ടീഷൻ നോക്കും, അങ്ങനെ നോക്കും. ഇതെല്ലാം തെറ്റാണെങ്കിൽ എൽസിലുള്ള കണ്ടീഷൻ എക്സിക്യൂട്ട് ചെയ്യും. പിന്നെ നമ്മൾ മറ്റൊരു ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്, അത് ഒരു പോയിന്റ് ആയിട്ടാണ് പറഞ്ഞെങ്കിലും അത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. നെസ്റ്റഡ് ഇഫ്. നെസ്റ്റഡ് ഇഫ് എന്ന് വെച്ചാൽ ഒരു ഇഫ് ബ്ലോക്കിനകത്ത് മറ്റൊരു ഇഫ് ബ്ലോക്ക് കൊടുക്കുന്നതിനെയാണ് നെസ്റ്റഡ് ഇഫ് എന്ന് വിളിക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സ്വിച്ച് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ എന്താണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് നോക്കാം. വി ഹാവ് സീൻ ദ കൺസെപ്റ്റ് ഓഫ് മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൽസിഫ് ലാഡർ അല്ലേ. നമ്മളിങ്ങനെ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇങ്ങനെ കൊടുക്കുന്നതിൻ്റെ ഒരു സംഭവം കണ്ടു എൽസിഫ് ലാഡറിൽ. ഏകദേശം അതുപോലെ നമുക്ക് ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ സഹായിക്കുന്ന മറ്റൊരു സാധനമാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. സം ഓഫ് ദീസ് പ്രോഗ്രാംസ് ക്യാൻ ബി റിട്ടേൺ യൂസിങ് അനദർ കൺസ്ട്രക്റ്റ് ഓഫ് C++ നോൺ ആസ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എൽസിഫ് ലാഡറിനെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതുപോലെ തന്നെ പ്രവർത്തിക്കുന്ന മറ്റൊരു സാധനമാണ് എന്ത്? സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. പക്ഷേ ഇവ തമ്മിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം കാണും അല്ലേ. അപ്പോൾ ആ വ്യത്യാസങ്ങൾ നമുക്ക് എക്സാമ്പിളിലൂടെയൊക്കെ നോക്കാം. അപ്പോൾ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ആക്ട് ആസ് ആൻ ഓൾട്ടർനേറ്റീവ് ടു മൾട്ടിപ്പിൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓർ ഇഫ് എൽസ് ലാഡർ ആൻഡ് ഹാസ് എ ക്ലീനർ സ്ട്രക്ചർ ആൻഡ് ഇറ്റ് ഈസ് ഈസി ഫോർ ഹാൻഡിലിംഗ് മൾട്ടിപ്പിൾ കണ്ടീഷൻസ്. അപ്പോൾ ഇവിടെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എന്തിന് ഓൾട്ടർനേറ്റീവായിട്ട് പ്രവർത്തിക്കുന്നു? ഒരുപാട് ഇഫ് സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുക്കുകയാണെങ്കിൽ അതിനൊരു ഓൾട്ടർനേറ്റീവാണ്. അല്ലെങ്കിൽ ഒരു ഇഫ് എൽസ് ലാഡറിന് ഒരു ഓൾട്ടർനേറ്റീവ്, അതായത് ഇതുപോലെ പ്രവർത്തിക്കുന്ന മറ്റൊരു സാധനം. ഇറ്റ് ഈസ് എൻ ഓൾട്ടർനേറ്റീവ്. ഇതിൻ്റെ പ്രത്യേകത ഇതിനൊരു ക്ലീനർ സ്ട്രക്ചർ ആണെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ ബ്രാക്കറ്റിനകത്ത് കണ്ടീഷൻ കൊടുത്ത് കർലി ബ്രേസസ് കൊടുത്ത് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത് കുറേ സംഭവമുണ്ട്. ഒരു പ്രോഗ്രാം ഇഫ് എൽസിൽ ചെയ്ത കൂടുതൽ സാധനങ്ങൾ നമ്മൾ കൊടുക്കേണ്ടി വരും. എന്നാൽ അതനുസരിച്ചുള്ള ഡ്രോബാക്സ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിനും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് കുറച്ചും കൂടെ ക്ലീനർ സ്ട്രക്ചർ ആയിരിക്കും. ഒരുപാട് വലിയ കോഡൊന്നും ആയിരിക്കില്ല, ക്ലീൻ ആയിരിക്കും, സ്ട്രക്ചർ ക്ലീൻ ആയിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് ഈസി ഫോർ ഹാൻഡ്ലിങ് മൾട്ടിപ്പിൾ കണ്ടീഷൻ. അപ്പോൾ നമ്മൾ ഒരുപാട് കണ്ടീഷൻസ് കൊടുക്കുമ്പോൾ അത് കൊടുക്കാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ അത് എക്സാമ്പിളിൽ കൂടെ നോക്കുമ്പോൾ നമുക്കൊന്നും കൂടെ ഡീറ്റെയിൽ വ്യക്തമാകും. ഇത് സിൻടാക്സ് നോക്കിയാലോ. സ്വിച്ച് എക്സ്പ്രഷൻ, സ്വിച്ചിൻ്റെ എക്സ്പ്രഷൻ, സ്വിച്ച് നമ്മളിവിടെ ഒരു കണ്ടീഷൻ ഒരു എക്സ്പ്രഷൻ കൊടുക്കുന്നുണ്ട്. കർലി ബ്രേസസ് ഓപ്പൺ ചെയ്യുന്നു. ഇതിൻ്റെ ഇടയിൽ എങ്ങും കർലി ബ്രേസ് ഇല്ല. ഏറ്റവും ലാസ്റ്റാണ് കർലി ബ്രേസ് ക്ലോസ് ചെയ്യുന്നത്.
ഇവിടെ കേസ് കോൺസ്റ്റന്റ് 1, ഇവിടെ സെമികോളൻ അല്ല കോളൻ ആണ്. നമുക്ക് ആദ്യം സിൻടാക്സിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസിലോട്ട് ചെല്ലുന്നതിന് മുമ്പായിട്ട് ഇതുപോലെയുള്ള കുത്തും കോമയും ഒക്കെ പ്രോഗ്രാമിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ആദ്യം നോക്കാം. അപ്പോൾ നമ്മൾ എക്സ്പ്രഷൻ ബ്രാക്കറ്റിൽ കൊടുത്തു, സ്റ്റാർട്ടിങ്ങിൽ ഓപ്പൺ ചെയ്ത കേളി ബ്രേസ് ലാസ്റ്റ് ആണ് ക്ലോസ് ചെയ്യുന്നത്. കേസ് കൊടുക്കുന്നു കോൺസ്റ്റന്റ് 1 എന്ന് പറഞ്ഞിട്ട്, അതിനുശേഷം ഇവിടെ കോളനാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ കാര്യം നോക്കുക. അതിനുശേഷം നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു, സെമികോളൻ കൊടുത്തു, ബ്രേക്ക് കൊടുത്തു, സെമികോളൻ കൊടുത്തു. അപ്പോൾ ബ്രേക്ക് എന്താണ്, ഈ കൊടുത്തിരിക്കുന്ന ഡിഫോൾട്ട് എന്താണ് എന്നൊക്കെ നമ്മൾ നോക്കും. അപ്പോൾ ഇവിടെ എന്താണ്, കേസ് കൊടുത്തു, സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു, കേസിന് ശേഷം കൊടുക്കുന്നത് കോളനാണ്, സ്റ്റേറ്റ്മെൻറ്റിന് ശേഷം സെമികോളൻ കൊടുത്തു, ബ്രേക്കിന് ശേഷം സെമികോളൻ കൊടുത്തു. രണ്ടാമത്തെ കേസ് കൊടുത്തു, സെയിം പോലെ അല്ലേ, സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് മാറിയെന്ന് മാത്രം. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു, അവിടെയും ബ്രേക്ക് കൊടുത്തു. കേസ് കോൺസ്റ്റന്റ് 3 കൊടുത്തു, കോളൻ കൊടുത്തു, സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 3 കൊടുത്തു, സെമികോളൻ കൊടുത്തു, ബ്രേക്ക് കൊടുത്തു, സെമികോളൻ കൊടുത്തു. അപ്പോൾ നേരത്തെ പോലെ അവിടെ ഒരു എൽസ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തില്ലേ, നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഈ കൊടുത്ത കണ്ടീഷൻസ് ഒന്നും ശരിയാവുന്നില്ല എങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാനായിട്ടൊരു എൽസ് കൊടുത്തു. അതുപോലെ ഈ കൊടുത്തിരിക്കുന്ന ഒന്നും ശരിയാവുന്നില്ല എങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഒരു ഡിഫോൾട്ട് സ്റ്റേറ്റ്മെൻറ്റും കൂടെ കൊടുക്കും. അപ്പോൾ നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, അപ്പോൾ ഇതും നേരത്തെ ഇഫ് എൽസ് ലാഡർ കണ്ടതുപോലെ അത്യാവശ്യം വലുതായിട്ട് തോന്നും, പക്ഷേ ഇതും ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഇവിടെ എന്തുണ്ട്, ഇൻറ്റ് ഡേ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു ഡേ എന്ന് പറയുന്ന വേരിയബിളിൽ 4 എന്ന് പറയുന്ന വാല്യൂ ഇട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, 4 എന്ന് പറയുന്ന ഒരു വാല്യൂ ഇൻറ്റിന് കൊടുത്ത് അവിടെ വെച്ചിരിക്കുക, ഇൻറ്റിനല്ല ഡേക്ക് കൊടുത്ത് വെച്ചിരിക്കുകയാണ്. സ്വിച്ച് ആണ് എക്സ്പ്രഷൻ ഡേ നമ്മുടെ വേരിയബിളിൻ്റെ പേര് കൊടുത്തു, സ്വിച്ച് ഡേ. അപ്പോൾ ഈ സംഭവം ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത് ഡേ എന്ന് പറയുന്ന വേരിയബിൾ ആയിരിക്കും. അതിനുശേഷം കേളി ബ്രേസസ് ഓപ്പൺ ചെയ്തു, കേസ് 1 എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിവിടെ കോൺസ്റ്റൻറ്റിന് കൊടുക്കുന്ന ആ ഒരു പേരാണ് കേട്ടോ. കേസ് 1 പിന്നെ കോളനാണ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എന്ത് കൊടുക്കണം, സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം. സ്റ്റേറ്റ്മെൻറ്റിന് ശേഷം സെമികോളൻ, അതിനുശേഷം ബ്രേക്കിന് ശേഷം സെമികോളൻ. അപ്പോൾ കേസ് 1 ഫസ്റ്റ് കേസിൽ കൊടുത്തിരിക്കുന്നത് മൺഡേ എന്നാണ്. അപ്പം നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്പർ 4 ആണല്ലേ. അപ്പോൾ ഈ കേസ് അല്ല, അതിന് മനസ്സിലായി. അപ്പോൾ അതവിടെ കളഞ്ഞു. എന്നിട്ട് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് വന്നു, എന്തോ നോക്കുന്നത്, കേസ് 2 അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുന്നു. സ്റ്റേറ്റ്മെൻറ്റ് നോക്കുന്നില്ല കേട്ടോ, കേസ് 2 ആണെന്ന് കണ്ടു, അപ്പോൾ അതും അവിടെ വിട്ടു. കേസ് 3 നോക്കി, കേസ് 3 അല്ല, നമുക്കവിടെ 4 ആണ് കൊടുത്തിരിക്കുന്നത്, അപ്പോൾ അതും വിട്ടു. കേസ് 4 ശരിയാണ്, കണ്ടീഷൻ അവിടെ, അതായത് കോൺസ്റ്റന്റ് ശരിയാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ബ്രേക്ക് കൊടുക്കുന്നത് എന്തിനാണെന്നറിയോ, ഇത് എക്സിക്യൂട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് പുറത്ത് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ഇഫ് എൽസ് ലാഡർ നോക്കുമ്പം കണ്ടീഷൻ ശരിയായ അവിടെ വെച്ച് പ്രോഗ്രാം അവസാനിപ്പിച്ച് പുറത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിനവിടെ പ്രത്യേകിച്ച് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, അത് അവിടെ കണ്ടീഷൻ ശരിയായി സ്റ്റോപ്പായി കഴിഞ്ഞു. പക്ഷേ ഇത് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രേക്ക് ഇവിടെ കൊടുക്കുന്നത്. എവിടെയാണോ കണ്ടീഷൻ ട്രൂ ആവുന്നത് ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ബ്രേക്ക് ചെയ്ത് വെളിയിൽ പോകണം, അതേ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ബ്രേക്ക്. അപ്പോൾ ഈ എക്സാമ്പിളിൽ നമ്മൾ പറഞ്ഞ പോലെ 2 സാധനങ്ങളുണ്ട്. ഏതൊക്കെയാണ്, ബ്രേക്ക് കീവേഡും ഡിഫോൾട്ട് കീവേഡും. അപ്പോൾ ബ്രേക്ക് കീവേഡ് എന്താണ്, ഡിഫോൾട്ട് കീവേഡ് എന്താണെന്ന് നോക്കാം. അപ്പോൾ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും കൂടെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വേറൊരു എക്സാമ്പിളും കൂടെ തന്നിട്ടുണ്ട്. ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്, ഇൻറ്റ് ഡേ 4, നേരത്തെ സെയിം കണ്ടീഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. 4 ഇൻറ്റ് ഡേ 4, അപ്പോൾ 4 ആണോ എന്ന് ചെക്ക് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം കൊടുത്തിരിക്കുന്ന കേസ് 6. അപ്പോൾ ഇവിടെ ഇങ്ങനെ കൊടുക്കാൻ കാരണം എന്താണ്, മറ്റൊന്നുമല്ല, ഇപ്പോൾ കേസ് ഇങ്ങനെ ആ ഒരു 1 2 3 അങ്ങനെയൊന്നും കൊടുക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. ഇവിടെ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന 4 ആണ്, അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പോകും. ഇപ്പോൾ അവിടെ കൊടുക്കുന്ന A ആണെങ്കിൽ ABCD എന്നുള്ള രീതിക്ക് പോകും. ഓക്കെ, അപ്പോൾ കേസ് 6 കൊടുത്തു, അപ്പോൾ 6 അല്ല ഇവിടെ 4 ആണ് കൊടുത്തിരിക്കുന്നത്, അപ്പോൾ ഇതിവിടെ വേണ്ട. കേസ് 7 കൊടുത്തു, 7 അല്ല, നമുക്കുള്ളത് എന്താണ്, 4 ആണ്, അപ്പോൾ ഇതും ഇവിടെ നോക്കുന്നില്ല. അതിനുശേഷം ഇത് 2 അല്ല, നമ്മൾ 2 കേസേ കൊടുത്തിട്ടുള്ളൂ, അപ്പോൾ അത് 2 അല്ല. അപ്പോൾ എന്ത് ചെയ്യും, ഡിഫോൾട്ട് നോക്കും. അപ്പോൾ ഡിഫോൾട്ടിൽ പ്രത്യേകിച്ച് നോക്കാനൊന്നുമില്ല, കണ്ടീഷൻസ് ഒന്നും ശരിയല്ല എങ്കിൽ ഡിഫോൾട്ടിൻ്റെ അത് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഡിഫോൾട്ടിൽ കിടക്കുന്നത് എഴുതും, ലുക്കിംഗ് ഫോർവേഡ് ടു ദ വീക്കെൻഡ് എന്ന് പറഞ്ഞ് ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, ഈ കൊടുത്തിരിക്കുന്ന ഔട്ട്പുട്ടായിരിക്കും കിട്ടുക. ഇപ്പോൾ ഇൻറ്റ് ഡേ 6 എന്ന് പറഞ്ഞ് കൊടുത്തിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ, ഈ കേസ് 6ൽ കിടക്കുന്ന ടുഡേ സാറ്റർഡേ എന്ന് പറഞ്ഞ് കിട്ടുമായിരുന്നല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള 2 കീവേഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ, കീവേഡ്സ് സ്വിച്ചിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ 2 കീവേഡ്. അപ്പോൾ വെൻ C++ റീച്ചസ് എ ബ്രേക്ക് കീവേഡ് ഇറ്റ് ബ്രേക്സ് ഔട്ട് ഓഫ് ദ സ്വിച്ച് ബ്ലോക്ക്.
അപ്പോൾ ഒരു ബ്രേക്ക് കീവേഡിൽ എത്തുമ്പോൾ ആ വാക്കിൽ നിന്ന് തന്നെ അതിൽ നിന്ന് ആ സ്വിച്ച് ബ്ലോക്കിൽ നിന്ന് പുറത്തേ ആടും. അതാണ് ഇറ്റ് ബ്രേക്സ് ഔട്ട് ഓഫ് ദ സ്വിച്ച് ബ്ലോക്ക്. ആ സ്വിച്ച് ബ്ലോക്കിൽ നിന്ന് എന്ത് ചെയ്യുന്നു, അത് അതിൽ നിന്ന് പുറത്ത് വെളിയിൽ ചാടുകയാണ് ചെയ്യുന്നത്. This will stop the execution of more code and case testing inside the block. അപ്പോൾ ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, എന്തിനാണ് സ്വിച്ച് ബ്ലോക്കിൽ നിന്ന് പുറത്തിയാടുന്നത്? അപ്പോൾ വീണ്ടും താഴോട്ട് കൊടുത്തിരിക്കുന്ന കോഡ് എക്സിക്യൂട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ സ്വിച്ച് ബ്ലോക്കിൽ നിന്ന് പുറത്തിയാടുന്നത്, അല്ലെങ്കിൽ ആ ഒരു ടെസ്റ്റിംഗ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താണ്, ഇറ്റ് വിൽ സ്റ്റോപ്പ് ദി എക്സിക്യൂഷൻ ഓഫ് മോർ കോഡ്, താഴോട്ടുള്ള കോഡുകളുടെ എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ കേസ് ടെസ്റ്റിംഗ്, ഓരോ കേസായിട്ട് ഇങ്ങനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെൻ എ മാച്ച് ഇസ് ഫൗണ്ട് ആൻഡ് ദ ജോബ് ഇസ് ഡൺ, അപ്പോൾ ഒരു മാച്ച് കണ്ടു, അപ്പോൾ അവിടുത്തെ പരിപാടി കഴിഞ്ഞു. ഇപ്പോൾ 4 ഇവിടെ ഉണ്ട്, ആ 4ന് ഈക്വൽ ആയിട്ടുള്ളൊരു കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ പരിപാടി കഴിഞ്ഞു. ഓക്കെ, വെൻ ദ മാച്ച് ഇസ് ഫൗണ്ട് ദ ജോബ് ഇസ് ഡൺ. ആ ഒരു മാച്ച് കണ്ടെത്തുമ്പോൾ എന്താണ്, ആ പരിപാടി അവിടെ കഴിയാണ്. ഇറ്റ് ഇസ് ടൈം ഫോർ എ ബ്രേക്ക്, അങ്ങനെ ആലോചിച്ചാൽ മതി. there is no need for more testing. അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. മറ്റൊന്നുമില്ല, ബ്രേക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഉത്തരം കിട്ടിയെങ്കിൽ അതിൽ നിന്ന് പുറത്തിയാടുക എന്നുള്ളൊരു കൺസെപ്റ്റിനാണ് ബ്രേക്ക് കീവേഡ് ഉപയോഗിക്കുന്നത്. ബാക്കിയൊന്നും ടെസ്റ്റ് ചെയ്യേണ്ട, ബാക്കി കോഡുകൾ എക്സിക്യൂട്ട് ചെയ്യേണ്ട, ബാക്കി കോഡൊന്നും ടെസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രേക്ക് കീവേഡ് ഉപയോഗിക്കുന്നത്. അടുത്തത് ഡിഫോൾട്ട് കീവേഡാണ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എഴുതി വെച്ച് പഠിക്കണം. ഡിഫോൾട്ട് കീവേഡാണ്. എന്താണ് ഡിഫോൾട്ട് കീവേഡ്? ഇറ്റ് സ്പെസിഫൈസ് സം കോഡ് ടു റൺ ഇഫ് ദർ ഇസ് നോ കേസ് മാച്ച്. ഇപ്പോൾ കേസ് ഒന്നും മാച്ച് ആവുന്നില്ല എങ്കിൽ എന്തെങ്കിലും വേണ്ടേ റൺ ചെയ്യാൻ, അങ്ങനെ ഒരു രീതിക്ക്. അപ്പോൾ എന്തെങ്കിലും ഒരു കോഡ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ദ ഡിഫോൾട്ട് കീവേഡ് സ്പെസിഫൈസ് സം കോഡ്, എന്തെങ്കിലും ഒരു കോഡ് കൊടുക്കുന്നുണ്ട്. ഇഫ് ദർ ഇസ് നോ കേസ് മാച്ച്, കേസ് ഒന്നും മാച്ച് ആവുന്നില്ല എങ്കിൽ ഔട്ട്പുട്ട് തരാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ഡിഫോൾട്ട് കീവേഡിൽ കൊടുക്കുന്നത്. അപ്പോൾ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു സിൻടാക്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പ്രോഗ്രാമാണ്, അതുകൊണ്ട് ഇതിനകത്തുള്ള ഓരോ മൈന്യൂട്ടായിട്ടുള്ള കുത്തും കോമയും ബ്രാക്കറ്റും കേളി ബ്രേസസും ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കേസിന് ശേഷം കൊടുക്കുന്നത് എന്താണ്, കോളനാണ്. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റിന് ശേഷം സെമി കോളൻ കൊടുക്കണം, ബ്രേക്കിന് ശേഷം സെമി കോളൻ കൊടുക്കണം. സ്വിച്ചിൽ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ ഇതിനകത്തുള്ള 2 കീവേഡുകൾ ഏതൊക്കെയാണ്, ബ്രേക്ക് കീവേഡും ഡിഫോൾട്ട് കീവേഡും. ബ്രേക്ക് എന്തിനു ഉപയോഗിക്കുന്നു, ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ബ്രേക്ക് കീവേഡ്. ഇപ്പോൾ ഉത്തരം ഒന്നും കിട്ടിയില്ല, അതുകൊണ്ട് ഏറ്റവും ലാസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നതാണ് ഡിഫോൾട്ട് കീവേഡിൽ. ഓക്കെ, ഇനി നമുക്ക് സ്വിച്ചും ഇഫ് എൽസ് ലാഡറും സിമിലർ ആണെന്ന് നമ്മൾ നോക്കിയല്ലേ. അപ്പോൾ ഇവ തമ്മിലൊരു എന്തെങ്കിലുമൊക്കെ ഒരു ഡിഫറൻസ് കാണൂലേ. അപ്പോൾ ആ ഒരു ഡിഫറൻസ് നമുക്കിനി അടുത്തത് നോക്കാം. സ്വിച്ച് പെർമിറ്റ്സ് മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ്, ഒരുപാട് ബ്രാഞ്ചസ്, അതായത് എന്താണ്, ഒരുപാട് കേസസ് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്വിച്ച് സഹായിക്കുന്നുണ്ട്. അപ്പോൾ അത് തന്നെയല്ലേ ഇഫ് എൽസും ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് ഓൾസോ പ്രൊമോട്ട്സ് മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ്, ഒരുപാട് കണ്ടീഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് എൽസ് ഇഫ് ലാഡർ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇവാലുവേറ്റ്സ് കണ്ടീഷൻസ് വിത്ത് ഇക്വാളിറ്റി ഓപ്പറേറ്റർ ഓൺലി. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഇക്വാളിറ്റി ഓപ്പറേറ്റർ മാത്രമേ ചെക്ക് ചെയ്യുന്നുള്ളൂ. എന്താ ഇക്വാളിറ്റി ഓപ്പറേറ്റർ? നേരത്തെ ഡേ ഇസ് ഈക്വൽ ടു 4 നമ്മൾ പറഞ്ഞല്ലേ, ഡേ ഇസ് ഈക്വൽ ടു 4. ഡേക്ക് നമ്മൾ 4 എന്ന് പറയുന്നൊരു വാല്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സംഭവിക്കുന്നത് എന്താണ്, ഈ 4 എന്ന് പറയുന്ന കേസ് അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാണ്. അതായത് 4ന് ഈക്വലായിട്ട് അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇക്വാളിറ്റി മാത്രമേ സ്വിച്ചിൽ ചെക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എന്താണ്, ഈ 4 ഇക്വാളിറ്റി മാത്രമേ എവിടെ ചെക്ക് ചെയ്യുന്നുള്ളൂ, സ്വിച്ചിൽ ചെക്ക് ചെയ്യുന്നുള്ളൂ. ഇവാലുവേറ്റ്സ് എനി റിലേഷണൽ ഓർ ലോജിക്കൽ എക്സ്പ്രഷൻ. പക്ഷേ എൽസ് ഇഫ് ലാഡർ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളൊരു റിലേഷൻ, ഇപ്പോൾ എ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറഞ്ഞ് നമ്മളൊരു റിലേഷനിൽ ഒരു കാര്യം കൊടുത്താലോ, അല്ലെങ്കിൽ ലോജിക്കലി ഇവാലുവേറ്റ് ചെയ്യേണ്ട ഒരു എക്സ്പ്രഷൻ കൊടുത്താലോ അത് റീഡ് ചെയ്യും, അല്ലെങ്കിൽ അതിലത് ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ സ്വിച്ചിന് അങ്ങനെയല്ല, ഇക്വാളിറ്റി ചെക്ക് ചെയ്യും. ഇപ്പം 4 കൊടുത്തിട്ടുണ്ടെങ്കിൽ 4 കേസുള്ള ഏതെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ എ എന്ന് പറഞ്ഞൊരു കേസ് കൊടുക്കുകയാണ്, അപ്പം എ എന്ന് പറയുന്ന കേസുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ ചെക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. സ്വിച്ച് ഇക്വാളിറ്റി ഓപ്പറേറ്റർ ആണ് ചെക്ക് ചെയ്യുന്നതെങ്കിൽ എൽസിഫിനകത്ത് റിലേഷണൽ അല്ലെങ്കിൽ ലോജിക്കൽ എക്സ്പ്രഷൻസ് ചെക്ക് ചെയ്യുന്നുണ്ട്. കേസ് കോൺസ്റ്റന്റ് മസ്റ്റ് ബി ആൻ ഇൻറ്റീജർ ഓർ എ ക്യാരക്ടർ ടൈപ്പ് വാല്യൂ. അപ്പം ഇവിടെ ഡാറ്റ ടൈപ്പിനെ പറ്റിയാണ് അടുത്ത പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഓപ്പറേറ്ററിൻ്റെ കാര്യം പറഞ്ഞു, ഇക്വാളിറ്റി ഓപ്പറേറ്റർ, അവിടെ റിലേഷണൽ ഓർ ലോജിക്കൽ എക്സ്പ്രഷൻ. ഇനി ഇവിടുത്തെ ഡാറ്റ ടൈപ്പിനെ പറ്റി പറയുകയാണ്. ഒന്നുകിൽ അതൊരു ഇൻറ്റീജർ ഡാറ്റ ടൈപ്പ് ആയിരിക്കണം, അല്ലെങ്കിൽ അതൊരു ക്യാരക്ടർ ഡാറ്റ ടൈപ്പ് ആയിരിക്കണം. എന്തിൻ്റെ കാര്യം പറയുന്നത്, കേസ് കോൺസ്റ്റൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കേസ് 1 എന്നും കേസ് 2 എന്നും പറഞ്ഞ് കൊടുത്തില്ലേ, അതുപോലെ ഒന്നെങ്കിൽ ഇൻറ്റീജർ ആയിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ക്യാർ ഡാറ്റ ടൈപ്പിലുള്ളത് കൊടുക്കണം. അതായത് എന്താണ്, എയോ ബിയോ സിയോ അതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കേസിൽ.
കണ്ടീഷൻസ് മേ ഇൻക്ലൂഡ് റേഞ്ച് ഓഫ് വാല്യൂസ് ആൻഡ് ഫ്ലോട്ടിംഗ് പോയിന്റ് കോൺസ്റ്റൻസ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ കേസ് എന്നാണ് പറയുന്നത്. ഓക്കെ, കേസിന് ഒന്നെങ്കിൽ ഇൻറ്റീജറെ കൊടുക്കാൻ പറ്റൂ, അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റേ കൊടുക്കാൻ പറ്റൂ. പക്ഷേ എൽസ് ഇഫ് ലാഡറിൽ അങ്ങനെയല്ല, കണ്ടീഷൻസ് നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാം അല്ലേ. ഒന്നെങ്കിൽ അത് എന്തെങ്കിലുമൊക്കെ വാല്യൂസ് ആയിരിക്കും, അല്ലെങ്കിൽ ഇവിടെ വേറൊരു കാര്യം പറഞ്ഞിരിക്കുന്നു, ഫ്ലോട്ടിംഗ് പോയിന്റ് കോൺസ്റ്റൻറ്റ്. എന്ത് ഫ്ലോട്ടിംഗ് പോയിന്റ്? മറ്റൊന്നുമല്ല, ഡെസിമൽ വരുന്ന റിയൽ നമ്പേഴ്സിനെയാണ് ഫ്ലോട്ടിംഗ് പോയിന്റ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 6.32 എന്ന് പറഞ്ഞിങ്ങനെ പോകുന്ന ഡെസിമൽ പോയിന്റ്സ് വരുന്നത് തന്നെയാണ് ഫ്ലോട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്കൊരു വാല്യൂ, ഒരു റേഞ്ച് ഓഫ് വാല്യൂസ് കൊടുക്കാം, അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിന്റ് കൊടുക്കാം. അങ്ങനെ നമുക്കൊരു കുറച്ച് കൂടുതൽ ഓപ്ഷൻസ് എന്തിലുണ്ട്, ഇഫ് എൽസ് ലാഡറിലുണ്ട്. കണ്ടീഷൻസ് നമുക്ക് ഇങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ പറഞ്ഞ എന്താണ്, സ്വിച്ചിനകത്ത് കൊടുക്കുന്ന കേസ് ഒന്നെങ്കിൽ അതൊരു ഇൻറ്റീജർ ആയിരിക്കണം, അല്ലെങ്കിൽ അതൊരു ക്യാരക്ടർ ടൈപ്പ് ആയിരിക്കണം. ഓക്കെ, when no match is found, default statement is executed. അപ്പോൾ മാച്ച് ഒന്നും കണ്ടില്ല എങ്കിൽ എന്ത് സംഭവിക്കും, ഏറ്റവും ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ഡിഫോൾട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എൽസിഫിൽ എന്താണ്, when no expression evaluates to true, അതായത് കണ്ടീഷൻ ഒന്നും ട്രൂ അല്ലെങ്കിൽ എൽസ് ബ്ലോക്ക് ഇസ് എക്സിക്യൂട്ടഡ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിൻ്റാണ്. ഇവിടെ ഡിഫോൾട്ട് അതുപോലെ പ്രവർത്തിക്കുന്നതാണല്ലേ എന്ത്, എൽസ്. കണ്ടീഷൻ അല്ല, കേസസ് ഒന്നും ട്രൂ അല്ല എങ്കിൽ ഡിഫോൾട്ടിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അവിടെ കണ്ടീഷൻസ് ഒന്നും ട്രൂ അല്ല എങ്കിൽ എൽസിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റിക്വയർഡ് ടു എക്സിറ്റ് ഫ്രം സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. സ്വിച്ചിൽ നിന്ന് പുറത്തേടാൻ വേണ്ടിയിട്ട് ബ്രേക്ക് ആവശ്യമാണ്. സ്വിച്ചിൽ നിന്ന് പുറത്തേടാൻ വേണ്ടിയിട്ട് എന്ത് വേണം, ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് വേണം. പ്രോഗ്രാം കൺട്രോൾ ഓട്ടോമാറ്റിക്കലി ഗോസ് ഔട്ട് ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് എ ബ്ലോക്ക്. അപ്പോൾ ഇതൊരു കണ്ടീഷൻ ട്രൂ ആയാൽ എന്ത് സംഭവിക്കും, പ്രോഗ്രാം കൺട്രോൾ തന്നെ അതങ്ങ് സ്റ്റോപ്പ് ചെയ്തോളും. പ്രോഗ്രാം കൺട്രോൾ ഓട്ടോമാറ്റിക്കലി ഗോസ് ഔട്ട് ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് എ ബ്ലോക്ക്. അപ്പോൾ ആ ഒരു ബ്ലോക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, പ്രോഗ്രാം കൺട്രോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ചെയ്യും. പക്ഷേ സ്വിച്ച് നിന്ന് പുറത്താടണമെങ്കിൽ ബ്രേക്ക് കീവേഡ് യൂസ് ചെയ്യണം, ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ചുമ്മാ ബാക്കി കോഡ് മൊത്തം ഇങ്ങനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. Okay, more efficient when the same variable or expression is compared against a set of values for equality. ഇത് എഫിഷ്യൻസി എന്ന് വെച്ചാൽ ഇത് കുറച്ചും കൂടെ സിമ്പിളാണ്, പക്ഷേ ഇതിന് അതിൻ്റെതായ ഡ്രോബാക്സ് ഉണ്ടല്ലേ. ഇതിൻ്റെ കോഡ് കുറച്ചും കൂടെ സിമ്പിളാണ്, അതാണ് ഇവിടെ പറയുന്നത്. എപ്പോഴും ഇത് എഫിഷ്യൻ്റ് ആവുക, ഒരേ വേരിയബിൾ അല്ലേ, സെയിം വേരിയബിൾ ഓർ എക്സ്പ്രഷൻ ഇസ് കമ്പയർഡ് അഗെയിൻസ്റ്റ് എ സെറ്റ് ഓഫ് വാല്യൂസ്. ഒരൊറ്റ വേരിയബിളിന് ഒരു സാധനമായിട്ട് നമ്മൾ പറഞ്ഞു ഇവിടെ ഇക്വാളിറ്റിയാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു വേരിയബിളിനെ ഒരു സെറ്റ് ഓഫ് വാല്യൂസുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇത് സംഭവം എളുപ്പമാണ്. പക്ഷേ മോർ ഫ്ലെക്സിബിൾ ആൻഡ് വേഴ്സറ്റൈൽ കമ്പയർഡ് ടു സ്വിച്ച്. ഇത് കുറച്ചും കൂടെ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, ആ ഒരു പോയിൻ്റാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ സ്വിച്ചും എൽസിഫും ഒരുപോലെ പ്രവർത്തിക്കുന്നവരാണെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഇവർ ഒരുപോലെയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ നമുക്ക് ഇവരെ ഒന്നായിട്ട് കണക്കാക്കിയാൽ പോരെ. പക്ഷേ അത് പറ്റില്ല. അതിന് കാരണം ഇവ തമ്മിൽ വ്യത്യാസങ്ങളും ഉണ്ട്. അപ്പോൾ അവ തമ്മിലുള്ള ആ വ്യത്യാസങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ വ്യത്യാസങ്ങളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഓർത്ത് വയ്ക്കുക. ഇത് ഇക്വാളിറ്റി ഓപ്പറേറ്റർ, അത് റിലേഷണൽ ഓർ ലോജിക്കൽ എക്സ്പ്രഷൻ. ഇവിടെ കേസാണ്, അതിൻ്റെ ഡാറ്റ ടൈപ്സ് രണ്ടെണ്ണം, അതായത് 2 ടൈപ്പ് സാധിക്കുകയുള്ളൂ, ഇൻറ്റീജർ, ക്യാരക്ടർ. ഇവിടെ കണ്ടീഷൻസിന് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, ഫ്ലോട്ടിംഗ് പോയിന്റോ അല്ലെങ്കിൽ ഒരു റേഞ്ച് ഓഫ് വാല്യൂസോ അക്സെപ്റ്റ് ചെയ്യും. ഇവിടെ ഡിഫോൾട്ടാണ് ലാസ്റ്റ് കൊടുക്കുന്നത്, അതായത് കേസ് ഒന്നും ട്രൂ അല്ലെങ്കിൽ ഡിഫോൾട്ട് കൊടുക്കും. അവിടെ കണ്ടീഷൻ ഒന്നും ട്രൂ അല്ലെങ്കിൽ എൽസിലുള്ളത് എക്സിക്യൂട്ട് ചെയ്യും. ഇവിടെ ബ്രേക്ക് ഉണ്ട്, അവിടെ ബ്രേക്കിൻ്റെ ആവശ്യമില്ല, അത് ഓട്ടോമാറ്റിക്കലി പുറത്ത് വരും. ഇത് കുറച്ച് സിമ്പിൾ ആണെങ്കിൽ അത് കൂടുതൽ ഫ്ലെക്സിബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാലോ, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണല്ലേ നോക്കിയത്. അപ്പോൾ 2 ടൈപ്പ് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, ഇഫും സ്വിച്ചും. അപ്പോൾ ഇഫിനകത്ത് വരുന്ന ഇഫ് എൽസ്, എൽസ് ഇഫ് ലാഡർ, പിന്നെ നെസ്റ്റഡ് ഇഫ് എന്ന് പറയുന്നത് ഇഫിനകത്ത് മറ്റൊരു ഇഫ് ബ്ലോക്ക് വരുന്നതാണ്. പിന്നെ സ്വിച്ച് നമ്മൾ നോക്കി, പിന്നെ എൽസ് ഇഫ് ലാഡറും സ്വിച്ചും ഒരുപോലെ പ്രവർത്തിക്കുന്നവരാണ് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസവും നമ്മൾ നോക്കി. ഇനി നമ്മൾ നോക്കുന്നത് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. എന്താ ഈ ലൂപ്പ് എന്ന് പറയുന്നത്? ലൂപ്പ് എന്ന് ഉദ്ദേശിക്കുന്ന ആ വാക്കിൽ എന്താ മനസ്സിലാവുന്നത്? ഇതാണല്ലേ ഒരു ലൂപ്പ്. ഇങ്ങനെ, അതായത് ഒരു കോഡ് ഇങ്ങനെ ഒരു ലൂപ്പ് കൊടുക്കും, അതിനകത്ത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അതാണ് ബേസിക്കലി ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കാം, ഇൻ പ്രോഗ്രാമിംഗ് സംടൈംസ് ദർ ഇസ് എ നീഡ് ടു പെർഫോം സം ഓപ്പറേഷൻ മോർ ദാൻ വൺസ് ഓർ എ നമ്പർ ഓഫ് ടൈംസ്. അപ്പോൾ ഓരോ ഓപ്പറേഷൻ, ഒരു കാര്യം ഒന്നിൽ കൂടുതൽ തവണ എക്സിക്യൂട്ട് ചെയ്യേണ്ട ആവശ്യം വരും. ഓക്കെ,
അപ്പോൾ ദർ ഇസ് എ നീഡ് ടു പെർഫോം സം ഓപ്പറേഷൻ മോർ ദാൻ വൺസ് ഓർ എ നമ്പർ ഓഫ് ടൈംസ്, ഒന്നിൽ കൂടുതൽ തവണയോ അല്ലെങ്കിൽ ഒരുപാട് തവണയോ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷനിൽ ഉപയോഗിക്കുന്നതാണ് ലൂപ്പുകൾ. ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം, ഈ ഹലോ വേൾഡ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന സാധനത്തിനെ എനിക്കൊരു 10 തവണ പ്രിന്റ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും? പൊതുവെ നമ്മൾ എന്താ ചെയ്യുന്നത്? സി ഔട്ടിനകത്ത് ഡബിൾ കോട്ട്സ് ഇട്ടിട്ട് ഹലോ വേൾഡ് സെമികോളൻ അങ്ങനെ ഒരു 10 പ്രാവശ്യം എഴുതി കൊടുക്കും അല്ലേ? 10 പ്രാവശ്യം എഴുതി കൊടുക്കും. 10 പ്രാവശ്യം നമുക്ക് എഴുതുന്നതിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, സിമ്പിളായിട്ട് നമ്മൾ 10 പ്രാവശ്യം എഴുതുന്ന ടൈപ്പ് ചെയ്യും. പക്ഷെ അതൊരു 100 പ്രാവശ്യം എഴുതണമെങ്കിലോ അത് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ? നമ്മളിങ്ങനെ ഓരോ തവണയും ടൈപ്പ് ചെയ്ത് പോകാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഒരേ കാര്യമല്ലേ നമ്മളിവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്? അപ്പോൾ ഒരേ കാര്യം ഒരുപാട് തവണ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലൂപ്പുകൾ ഉപയോഗിക്കാം. അപ്പോൾ ലൂപ്സ് കം ഇൻ ടു യൂസ് വെൻ വി നീഡ് ടു റിപ്പീറ്റഡ്ലി എക്സിക്യൂട്ട് എ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റിനെ ഒരുപാട് തവണ എക്സിക്യൂട്ട് ചെയ്യാൻ റിപ്പീറ്റഡ്ലി എക്സിക്യൂട്ട്, ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റിനെ ഒരുപാട് തവണ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തുപയോഗിക്കാം? ലൂപ്സ് ഉപയോഗിക്കാം. അപ്പോൾ 4 എലമെൻറ്റ്സ് ഉണ്ട് കേട്ടോ ഒരു ലൂപ്പിന്. അതായത് ഇത് എല്ലാ ലൂപ്സിനും കോമൺ ആണ്, പക്ഷേ ഇത് പല രീതിക്കാണ് കൊടുക്കുന്നത് എന്ന് മാത്രം. അപ്പോൾ നമ്മളൊരു ഇനിഷ്യലൈസേഷൻ, നമുക്ക് ആദ്യം ഒരു വാല്യൂ ഇനിഷ്യലൈസ് ചെയ്ത് കൊടുക്കണം, എന്നിട്ട് നമ്മളൊരു കണ്ടീഷൻ കൊടുക്കണം, അതിനുശേഷം അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. എന്താണ് അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്നൊക്കെ നമുക്ക് നോക്കാം. അതിനുശേഷം ബോഡി ഓഫ് ലൂപ്പ്. അപ്പോൾ ഈ 4 സാധനങ്ങളും എല്ലാ ലൂപ്പിനും കൊടുക്കുന്നതാണ്. ഇത് ഓരോ ലൂപ്പ് കാണുമ്പോഴും നമുക്കത് ഇച്ചിരി കൂടെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ എന്തൊക്കെ കൊടുക്കണം? ഇനിഷ്യലൈസേഷൻ അല്ലേ? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? തുടങ്ങി വെക്കണം അല്ലേ? ഇനിഷ്യലൈസ് ചെയ്യണം. തുടങ്ങി വെച്ചാൽ മാത്രം പോരാ, അതിനൊരു കണ്ടീഷൻ കൊടുക്കണം. ഇന്ന കണ്ടീഷനിലായിരിക്കും ആ ലൂപ്പ് വർക്ക് ചെയ്യുക, അതുപോലെ ഒരു കണ്ടീഷൻ കൊടുക്കണം. അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. എന്താണ് അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്ഡേറ്റ് ചെയ്യുക എന്നിപ്പോൾ ഓർത്ത് വെച്ചിരിക്കുക. ബോഡി ഓഫ് ലൂപ്പിന് ബോഡി കൊടുക്കുക. അപ്പോൾ ഇതിനകത്തുള്ള ഓരോ എലമെൻസും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം നോക്കാനുള്ളത് ഇനിഷ്യലൈസേഷനാണ്. എന്താ ഇനിഷ്യലൈസേഷൻ? ആ വാക്കിൽ നിന്ന് മനസ്സിലാവും, അത് ഇനിഷ്യലൈസ് ചെയ്യുകയാണല്ലേ, ഒന്ന് തുടങ്ങി വെക്കുകയാണ്. അപ്പോൾ ദ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ഗെറ്റ്സ് ഇറ്റ്സ് ഫസ്റ്റ് വാല്യൂ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ആ വേരിയബിളിന് ആദ്യം ഒരു വാല്യൂ കൊടുക്കുക, അതേ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇപ്പോൾ വേരിയബിളിൻ്റെ പേര് എ ആണെങ്കിൽ എ ഇസ് ഈക്വൽ ടു 0, ഒരു ഇനിഷ്യൽ വാല്യൂ കൊടുക്കുക, അത്ര ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. ദ ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഇസ് എക്സിക്യൂട്ടഡ് ഓൺലി വൺസ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഒരിക്കൽ മാത്രമേ എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളൂ. ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഇസ് എക്സിക്യൂട്ടഡ് ഓൺലി വൺസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ലൂപ്പ്. നമുക്കറിയാം ഇനിഷ്യലൈസ് ചെയ്യാണല്ലേ, തുടങ്ങി വയ്ക്കുകയാണ്. അപ്പം ലൂപ്പിൻ്റെ തുടക്കത്തിലാണ് ഇത് സംഭവിക്കുന്നത്. ഇത് ഒരിക്കൽ മാത്രമേ എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളൂ. വേരിയബിളിനൊരു ഇനിഷ്യൽ വാല്യൂ, ഫസ്റ്റ് വാല്യൂ കൊടുക്കുന്നു, ഇത്ര മാത്രമേ ഉള്ളൂ ഇനിഷ്യലൈസേഷൻ. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ കൊടുക്കുന്ന എന്താണ്? കണ്ടീഷൻ ആണല്ലേ. കണ്ടീഷൻ എന്താ? കണ്ടീഷൻ ഇറ്റ് ഈസ് എ റിലേഷണൽ ഓർ ലോജിക്കൽ എക്സ്പ്രഷൻ. അത് നമ്മൾ നേരത്തെ ഡിസിഷൻ മേക്കിങ്ങിൽ പറഞ്ഞത് എന്തായിരുന്നു? കണ്ടീഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഒരു ലോജിക്കൽ അല്ലെങ്കിൽ ഒരു റിലേഷണൽ എക്സ്പ്രഷൻ ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ അത് തന്നെയാണ്. ഇറ്റ് ഈസ് എ റിലേഷണൽ ഓർ ലോജിക്കൽ എക്സ്പ്രഷൻ ഹൂസ് വാല്യൂ ഈസ് ഈദർ ട്രൂ ഓർ ഫോൾസ്. ഒന്നെങ്കിൽ കണ്ടീഷൻ ശരിയായിരിക്കും അല്ലെങ്കിൽ കണ്ടീഷൻ ഫോൾസ് ആയിരിക്കും. ഇറ്റ് ഡിസൈഡ്സ് വെദർ ദ ലൂപ്പ് ബോഡി വിൽ ബി എക്സിക്യൂട്ടഡ് ഓർ നോട്ട്. അപ്പോൾ ഈ കണ്ടീഷൻ്റെ പ്രാധാന്യം എന്താണ്? എന്തിനാണ് കണ്ടീഷൻ കൊടുക്കുന്നത്? ലൂപ്പിനകത്ത് കൊടുത്തിരിക്കുന്ന ബോഡി, ഓക്കെ, ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത് കണ്ടീഷനാണ്. അതായത് എന്താ ഉദ്ദേശിക്കുന്നത് എന്ന്? കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ലൂപ്പിൻ്റെ ബോഡി എക്സിക്യൂട്ട് ചെയ്യുന്നു. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എന്ത് ചെയ്യും? ലൂപ്പിൻ്റെ ബോഡി എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇഫ് ദ കണ്ടീഷൻ ഇവാലുവേറ്റ്സ് ടു ട്രൂ ദ ലൂപ്പ് ബോഡി ഗെറ്റ്സ് എക്സിക്യൂട്ടഡ്. ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യം, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് സംഭവിക്കും? ലൂപ്പിൻ്റെ ബോഡി എക്സിക്യൂട്ട് ചെയ്യണം. അതർവൈസ് ഇറ്റ് വിൽ നോട്ട് ബി എക്സിക്യൂട്ടഡ്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കിയ എന്താണ്? ഇനിഷ്യലൈസേഷൻ. ഇനിഷ്യലൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്? വേരിയബിളിന് ഒരു ഇനിഷ്യൽ വാല്യൂ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ഇനിഷ്യൽ വാല്യൂ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എ ഇസ് ഈക്വൽ ടു 0 എന്നോ അല്ലെങ്കിൽ ഐ ഇസ് ഈക്വൽ ടു 1 എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു വാല്യൂ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് പ്രോഗ്രാമിൻ്റെ തുടക്കത്തിൽ മാത്രമേ എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളൂ. പിന്നെ അതിനുശേഷം കൊടുക്കുന്നതാണ് എന്ത്? കണ്ടീഷൻ. കണ്ടീഷന് രണ്ട് കേസസ് ഉണ്ട്. ഒന്നുകിൽ കണ്ടീഷൻ ട്രൂ ആകാം അല്ലെങ്കിൽ കണ്ടീഷൻ ഫോൾസ് ആകാം. ട്രൂ ആണെങ്കിൽ ലൂപ്പിൻ്റെ ബോഡി എക്സിക്യൂട്ട് ചെയ്യും, ഫോൾസ് ആണെങ്കിൽ ലൂപ്പിൻ്റെ ബോഡി എക്സിക്യൂട്ട് ചെയ്യൂല. അടുത്തത് എന്താണ്? അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണല്ലേ. അപ്പോൾ ഇപ്പോൾ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? അടുത്ത കണ്ടീഷനിലോട്ട് കടക്കണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് ഈ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ദ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് മോഡിഫൈസ് ദ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ബൈ ചേഞ്ചിങ് ഇറ്റ്സ് വാല്യൂ. അപ്പോൾ നമ്മളൊരു ഇനിഷ്യൽ വാല്യൂ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
പക്ഷേ വാല്യൂസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ദ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് മോഡിഫൈസ് ദ ലൂപ്പ്. അത് ശ്രദ്ധിക്കുക. അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ ചെയ്യുന്നത്? ആ ലൂപ്പ് കൺട്രോൾ വേരിയബിളിനെ മോഡിഫൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പ്രോഗ്രാം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രോഗ്രാമിൻ്റെ എക്സാമ്പിൾ നോക്കുമ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും കേട്ടോ. ദ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് എക്സിക്യൂട്ടഡ് ബിഫോർ ദ നെക്സ്റ്റ് ഐറ്ററേഷൻ. അത് നമുക്ക് പ്രോഗ്രാമിൽ നോക്കുമ്പോൾ മനസ്സിലാകുന്ന പോയിന്റാണ്. എന്ന് വെച്ചാൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എപ്പോഴാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്? അടുത്ത ഐറ്ററേഷന് മുമ്പായിട്ടാണ്. ഐറ്ററേഷൻ എന്താണെന്നൊക്കെ നമുക്ക് പ്രോഗ്രാമിലൂടെ മനസ്സിലാക്കാം. ഓക്കെ. അതിനുശേഷം പറഞ്ഞിരിക്കുന്നത് ബോഡി ഓഫ് ദ ലൂപ്പാണ്. നമുക്കറിയാമല്ലേ ലൂപ്പിൻ്റെ ഒരു ബോഡി പാർട്ട് എക്സിക്യൂട്ട് ചെയ്യാനുള്ള പാർട്ട്. ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ദാറ്റ് നീഡ് ടു ബി എക്സിക്യൂട്ടഡ് റിപ്പീറ്റഡ്ലി കോൺസ്റ്റിറ്റ്യൂട്ട് ദ ബോഡി ഓഫ് ദ പാർട്ട്. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ബോഡി സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ബോഡി ഓഫ് ദ ലൂപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ലൂപ്പിൻ്റെ 4 ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഇനിഷ്യലൈസ് ചെയ്യുക അല്ലേ, വേരിയബിളിന് ഒരു വാല്യൂ സെറ്റ് ചെയ്യുക, അതാണ് ഇനിഷ്യലൈസേഷൻ. രണ്ടാമത് പഠിച്ചത് കണ്ടീഷനാണ്. അത് 2 കണ്ടീഷൻസ് ഉണ്ടല്ലോ, ഒന്നെങ്കിൽ ട്രൂ ആകാം അല്ലെങ്കിൽ ഫാൾസ് ആകാം. അപ്പോൾ കണ്ടീഷൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് സംഭവിക്കുക? ലൂപ്പിൻ്റെ ബോഡി എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? അപ്ഡേറ്റ് ചെയ്യുക. സ്റ്റേറ്റ്മെൻറ്റ് അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് അതിനെ പറയുന്നത്. അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. ഏറ്റവും ലാസ്റ്റത്തെ എന്താണ്? ആ സ്റ്റേറ്റ്മെൻറ്റുകളെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ബോഡി ഓഫ് ദ ലൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമുക്ക് ഒരുപാട് ടൈപ്സ് ഓഫ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട് C++ൽ. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ 3 ടൈപ്പ് ഓഫ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. 3ഉം ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് വൺ വൈൽ സ്റ്റേറ്റ്മെൻറ്റ്, മറ്റൊന്ന് ഫോർ ലൂപ്പാണ്, ഫോർ ലൂപ്പ്, പിന്നെ മറ്റൊന്ന് ഡു വൈലാണ്. വൈൽ, ഡു വൈൽ, ഫോർ ലൂപ്പ്. ആദ്യം നമുക്ക് വൈൽ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഇതൊരു എൻട്രി കൺട്രോൾഡ് ലൂപ്പാണ്. എന്താണ് എൻട്രി കൺട്രോൾഡ് ലൂപ്പ്? നമ്മൾ കണ്ടീഷൻ ലൂപ്പിൻ്റെ തുടക്കത്തിൽ കൊടുക്കുന്നു, അതുകൊണ്ടാണ് ഇതിന് എൻട്രി കൺട്രോൾ, അതായത് കൺട്രോൾ ആദ്യമേ വെച്ചിരിക്കുകയാണ്. എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്നാണ് ഇതിനറിയപ്പെടുന്നത്. ദ കണ്ടീഷൻ ഇസ് ചെക്ക്ഡ് ഫസ്റ്റ്. അപ്പോൾ ഇതുകൊണ്ടാണ് എന്ത് വിളിക്കുന്നത്? എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്ന് വിളിക്കുന്നത്. കണ്ടീഷനെ ആദ്യമേ ചെക്ക് ചെയ്യും. ആൻഡ് ഇഫ് ഇറ്റ് ഇസ് ട്രൂ, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് സംഭവിക്കും? ദ ബോഡി ഓഫ് ദ ലൂപ്പ് വിൽ ബി എക്സിക്യൂട്ടഡ്. നമ്മൾ നേരത്തെ നോക്കിയല്ലേ, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ബോഡി എക്സിക്യൂട്ട് ചെയ്യും. ദാറ്റ് ഈസ് ദ ബോഡി വിൽ ബി എക്സിക്യൂട്ടഡ് ആസ് ലോങ് ആസ് ദ കണ്ടീഷൻ ഇസ് ട്രൂ. കണ്ടീഷൻ ട്രൂ ആയിരിക്കുന്നിടത്തോളം ആ ബോഡി എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കുന്ന കണ്ടീഷനാണ് അത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു സിൻറ്റാക്സ് നോക്കാം, അപ്പോൾ കുറച്ചും കൂടെ വ്യക്തമാവും. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ലൂപ്പിനെ ഇനിഷ്യലൈസ് ചെയ്യണം. നമ്മൾ ഒരു ഇനിഷ്യൽ വാല്യൂ വേരിയബിളിന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം വൈൽ ടെസ്റ്റ് എക്സ്പ്രഷൻ എന്താണ്? കണ്ടീഷൻ അല്ലേ. ഇതിനെ ഒരു എൻട്രി കൺട്രോൾ ലൂപ്പ് എന്ന് വിളിക്കാൻ കാരണം എന്താണ്? ഇവിടെ കണ്ടീഷൻ തുടക്കത്തിലേ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു വാല്യൂ സെറ്റ് ചെയ്തു, അതിനുശേഷം ഒരു കണ്ടീഷൻ കൊടുത്തു. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ ബോഡി എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കും. അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. ഓക്കെ. ഇവിടെ തന്നിരിക്കുന്നത് ആദ്യം എന്ത് ചെയ്തിരിക്കുകയാണ്? ഇനിഷ്യലൈസ് ചെയ്തിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഐക്ക് 0 എന്ന് പറഞ്ഞൊരു വാല്യൂ കൊടുത്തു. അപ്പോൾ I = 0 എന്ന് പറയുമ്പോൾ എന്താണ്? ഇനിഷ്യലൈസേഷനാണ്. 0 എന്ന് പറഞ്ഞ് ഇനിഷ്യൽ വാല്യൂ സെറ്റ് ചെയ്ത് വെച്ചു. അതിനുശേഷം എന്താ കൊടുക്കുന്നത്? കണ്ടീഷൻ അല്ലേ. വൈലിനകത്ത് നോർമൽ ബ്രാക്കറ്റിനകത്ത് കണ്ടീഷൻ കൊടുത്തിരിക്കുകയാണ്. കണ്ടീഷൻ എന്താണ്? I < 5 എന്നാണ് കണ്ടീഷൻ. എന്ന് വെച്ചാൽ എന്താണ്? I 5നേക്കാളും ചെറുതാണോ എന്ന് ചെക്ക് ചെയ്യും. ഓക്കെ. എന്നിട്ട് Cout I, അതായത് എന്താണ് Cout എന്ന് ഉദ്ദേശിക്കുന്നത്? ഔട്ട്പുട്ട് തരാനുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണല്ലേ. I 5നേക്കാളും ചെറുതാണോ എന്ന് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തിട്ട് ചെറുതാണെങ്കിൽ I പ്രിൻ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഓരോ കണ്ടീഷൻ നോക്കാം. ആദ്യം 0. അപ്പോൾ 0 5നേക്കാളും ചെറുതാണോ? ചെറുതാണല്ലേ. അപ്പോൾ എന്ത് ചെയ്യും? I പ്രിൻ്റ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? 0 എന്ന് കിട്ടും. അതിനുശേഷം അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറയുമ്പം I++ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നു. എന്ന് വെച്ചാൽ എന്ത് ചെയ്യും? ഈ ഐയുടെ വാല്യൂ ഒന്ന് കൂട്ടും. അപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഇപ്പോൾ ആരാണ്? 0 ആണല്ലേ. അപ്പോൾ 0 ആണ് ഇപ്പോഴത്തെ വാല്യൂ. കണ്ടീഷൻ ശരിയാണ്, കിട്ടി, ഔട്ട്പുട്ടും കൊടുത്തു. അതിനുശേഷം അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ഈ വാല്യൂവിൽ നിന്ന് 1 കൂട്ടും. അപ്പോൾ ഐയുടെ വാല്യൂ ഇപ്പോൾ എന്തായി? 0 + 1 ആണല്ലേ. അപ്പോൾ എന്തായി? അപ്പോൾ അവിടെ 1 വരും. ഇനി അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യും. 1 5നേക്കാളും ലെസ് ആണോ എന്ന് നോക്കും. ശരിയാണ്, 1ഉം 5നേക്കാളും ലെസ് ആണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അടുത്തത് 1 എന്ന് ഔട്ട്പുട്ടിൽ പ്രിൻ്റ് ചെയ്യും. ഇനി എന്ത് ചെയ്യും? വീണ്ടും അപ്ഡേറ്റ് ചെയ്യും. എന്ത് അപ്ഡേറ്റ് ചെയ്യും? ഇപ്പം ഐയിലിരിക്കുന്നത് 1 അല്ലേ, I = 1 അല്ലേ ഇരിക്കുന്നത്. ആ 1ൻ്റെ കൂടെ 1 കൂടെ കൂട്ടും. അപ്പോൾ ഐയിൽ എന്ത് വരും? I = 2 എന്ന് വരും. ഇനി 2 വെച്ച് കണ്ടീഷൻ ചെക്ക് ചെയ്യും. അപ്പോൾ 2 < 5 ആണോ എന്ന് നോക്കും. അപ്പോൾ ശരിയാണ്, 2 5നേക്കാളും ചെറുതാണ്. അപ്പോൾ എന്ത് ചെയ്യും? 2 പ്രിൻ്റ് ചെയ്യും. ദാ ഔട്ട്പുട്ട് വിൻഡോയിൽ 2 പ്രിൻ്റായി. എന്നിട്ട് ഇപ്പോൾ ഐയിലിരിക്കുന്ന എന്താണ്? 2 ആണ്. ഇനി ഈ 2ന് അപ്ഡേറ്റ് ചെയ്യും. അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും?
i++ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2 1 കൂടും. അപ്പോൾ i എന്താവും? i = 3 ആകും. i = 3. ഇനി വീണ്ടും ആ 3 ചെന്ന് വൈൽ കണ്ടീഷൻ ചെക്ക് ചെയ്യും. 3 < 5 ആണോ എന്ന് നോക്കും. ശരിയാണ്, 3 വീണ്ടും < 5 ആണ്. അപ്പോൾ സി ഔട്ടിൽ പ്രിൻ്റ് ചെയ്യും, 3 വരും. അപ്പോൾ ഇവിടെ ഐയിൽ ആരുണ്ട്? 3 ഉണ്ട്. ഇനി അടുത്ത വാല്യൂ അപ്ഡേറ്റ് ചെയ്ത് ചെല്ലും. അപ്പോൾ i = 4 ആകും. വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, ശരിയാണ്. അപ്പോൾ പ്രിൻ്റ് ചെയ്യും, 4 പ്രിൻ്റ് ചെയ്യും. അതിനുശേഷം ഇപ്പോൾ ഐയിൽ എന്താ ഉള്ളത്? 4 ആണല്ലേ. അപ്പോൾ വീണ്ടും അപ്ഡേഷൻ നടക്കുന്നു. i = 4ൽ നിന്ന് പ്ലസ് ഒരു നമ്പർ കൂടി, അപ്പോൾ i = 5 ആയി അല്ലേ. i = 5. കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, 5 < 5 ആണോ? അല്ല, 5 <= കൊടുത്തിരുന്നെങ്കിൽ ശരിയായേനെ. പക്ഷേ 5-നേക്കാളും ചെറുതല്ല. അപ്പോൾ എന്താ സംഭവിക്കുന്നു? ഇവിടെ ഫോൾസ് ആയി അല്ലേ, ഫോൾസ് ആയി. പിന്നെ അവിടെ സ്റ്റോപ്പായി. അപ്പോൾ എന്തുവരെ പ്രിൻ്റ് ചെയ്തു? 0 to 4 വരെ നമുക്കിങ്ങനെ ഔട്ട്പുട്ട് വിൻഡോയിൽ താഴെ പ്രിൻ്റ് ചെയ്ത് കിട്ടും. എന്തുകൊണ്ടാണ് താഴെ പ്രിൻ്റ് ചെയ്യുന്നത്? ഈ ഒരു കാര്യം ഇവിടെ കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ്. ഡബിൾ കോട്ട്സിനകത്ത് /n കൊടുക്കുമ്പം താഴെ പ്രിൻ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ /n കൊടുത്തില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ 0 1 2 3 4 എന്ന് ഇങ്ങനെ കിട്ടിയാൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു വൈൽ ലൂപ്പ് വർക്ക് ചെയ്യുന്നത്. സിമ്പിൾ അല്ലേ? വൈലിനകത്ത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇനിഷ്യലൈസ് ചെയ്തു. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ഒരു ഇനിഷ്യൽ വാല്യൂ ഐക്ക് സെറ്റ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം വൈലിനൊരു കണ്ടീഷൻ കൊടുത്തു. കണ്ടീഷൻ എന്താണ്? ആ കൊടുത്തിരിക്കുന്ന വാല്യൂ 5-നേക്കാളും ചെറുതാണോ എന്ന് ചെക്ക് ചെയ്യണം. അതിനുശേഷം ഒരു പ്രിൻ്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. ലാസ്റ്റ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. ഈ വാല്യൂ 1ൻ്റെ വാല്യൂ ഇങ്ങനെ ഐയുടെ വാല്യൂ നമ്മളിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കണം അല്ലേ. ഏതുവരെ മാറ്റണം? കണ്ടീഷൻ ഫോൾസ് ആകുന്നത് വരേക്കും അതിങ്ങനെ ചെക്ക് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു വൈൽ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യുന്നത്. ഇനി ആ സിൻറ്റാക്സ് ഒന്നും കൂടെ നോക്കിക്കേ. ഇനിഷ്യലൈസേഷൻ ഓഫ് ദ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ. ആദ്യം ഇനിഷ്യലൈസ് ചെയ്തല്ലേ. എങ്ങനെ ഇനിഷ്യലൈസ് ചെയ്തത്? i = 0. അതിനുശേഷം വൈൽ ടെസ്റ്റ് എക്സ്പ്രഷൻ എന്ന് വെച്ചാൽ എന്താണ്? വൈൽ ബ്രാക്കറ്റിനകത്ത് കണ്ടീഷൻ കൊടുത്തു. അതിനുശേഷം കേളി ബ്രേസസ് ഓപ്പൺ ചെയ്തില്ലേ? ഇപ്പുറത്തും കേളി ബ്രേസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. നമുക്കത് ഇഷ്ടമുള്ള പോലെ ഓപ്പൺ ചെയ്യാം. എന്നുവെച്ചാൽ വേറെ എങ്ങും ഓപ്പൺ ചെയ്യരുത്. ഒന്നുകിൽ അതിൻ്റെ അടുത്തോ അല്ലെങ്കിൽ തൊട്ട് താഴത്തെ വരികയിലും. അതിനുശേഷം എന്ത് എടുത്തു? ബോഡി ഓഫ് ദ ലൂപ്പ്, അതായത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. അതിനുശേഷം എന്താ കൊടുത്തിരിക്കുന്നത്? ലൂപ്പിൻ്റെ ബോഡി കൊടുത്തതിന് ശേഷം അപ്ഡേഷൻ ഓഫ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ. അപ്ഡേഷൻ അതാണിതാ ഈ കൊടുത്തിരിക്കുന്ന i++. അതായത് അടുത്ത വാല്യൂ ഐയിൽ പോയി സ്റ്റോർ ആവാൻ വേണ്ടിയിട്ട് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വൈൽ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്തത് ഫോർ ലൂപ്പ് നോക്കാം. ഫോർ ലൂപ്പ്. അപ്പോൾ ഫോർ ലൂപ്പും ഒരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. പക്ഷേ ഇവ തമ്മിൽ ഈ ഓരോ ലൂപ്പുകൾ തമ്മിലും വ്യത്യാസമുണ്ട്. ഫോർ ലൂപ്പ് എങ്ങനെ വർക്ക് ചെയ്യും? ഇതൊരു എൻട്രി കൺട്രോൾഡ് ലൂപ്പാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് എൻട്രി കൺട്രോൾഡ് ലൂപ്പ്? തുടക്കത്തിലേ കയറി വരുമ്പോഴേ കണ്ടീഷൻസ് ഉണ്ട്. അതിനാണ് എൻട്രി കൺട്രോൾഡ്. കണ്ടീഷൻസ് ആദ്യമേ ചെക്ക് ചെയ്യും. പക്ഷേ ഇവിടെ ഒരു സംഭവമുണ്ട്. ഇത് നോക്കിയേ, ഈ സിൻടാക്സ് നോക്കിയിട്ട് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഫോർ ബ്രാക്കറ്റിനകത്ത് ഇനിഷ്യലൈസേഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഇതെല്ലാം ഒരുമിച്ച് കൊടുത്തിരിക്കുകയാണല്ലേ. അത് തന്നെയാണ് ഫോർ ലൂപ്പിൻ്റെ പ്രത്യേകതയും. നേരത്തെ വൈലിൽ ആദ്യം ഇനിഷ്യലൈസ് ചെയ്തു, പിന്നെ വൈലിനകത്ത് കണ്ടീഷൻ കൊടുത്തു, പിന്നെ അതിനകത്ത് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു, ഏറ്റവും ലാസ്റ്റ് അപ്ഡേറ്റ് കൊടുത്തു. അങ്ങനെ പല പല ഭാഗങ്ങളായിട്ട് ചെയ്തെങ്കിൽ ഫോർ ലൂപ്പിൽ ഇതെല്ലാം ഒരൊറ്റ ബ്രാക്കറ്റിനകത്ത് കൊടുക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഫോർ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓൾ ദ 3 ലൂപ്പ് എലമെൻറ്റ്സ് ഏതൊക്കെയാണത്? ഇനിഷ്യലൈസേഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ ആൻഡ് അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആർ പ്ലേസ്ഡ് ടുഗദർ ഇൻ ഫോർ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് പ്ലേസ് ചെയ്തിരിക്കുന്നു. അതാണ് ഫോർ ലൂപ്പിൻ്റെ പ്രത്യേകത. വൈൽ ലൂപ്പും ഫോർ ലൂപ്പും തമ്മിലുള്ള സിമിലാരിറ്റി എന്തുവാണ്? അവ രണ്ടും എൻട്രി കൺട്രോൾഡ് ലൂപ്പാണ്. ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഫോർ ലൂപ്പിലുള്ള എലമെൻറ്റ്സ് എല്ലാം ഒരുമിച്ചാണ് കൊടുക്കുന്നത്. അതാണ് ഇവ തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സിൻടാക്സ് നോക്കാം. ഫോറിൻ്റെ ബ്രാക്കറ്റിനകത്താണ് നമ്മൾ ഈ എലമെൻറ്റ്സ് കൊടുക്കുന്നത്. നോർമൽ ബ്രാക്കറ്റ് കൊടുക്കുന്ന 3 കാര്യങ്ങളാണല്ലേ. അത് 3ഉം സെമി കോളനാണ് ഇട്ടിരിക്കുന്നത്. അവ തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് വെറുതെ കോമ ഇട്ടിട്ടല്ല, സെമി കോളനാണ്. സെമി കോളൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ ലൂപ്പിനകത്തുള്ള ഓരോ സാധനങ്ങളെയും സെമി കോളൻ ഇട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിൽ നിന്നൊരു ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സ് ചോദിച്ചിട്ട് കേളി ബ്രേസസിനകത്ത് ഈ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി തരാം, അല്ലെങ്കിൽ നോർമൽ ബ്രാക്കറ്റിനകത്ത് കോമ ഇട്ട് തരാം, അല്ലെങ്കിൽ നോർമൽ ബ്രാക്കറ്റിനകത്ത് ഡോട്ട് ഇട്ട് തരാം, കോളൻ ഇട്ട് തരാം. അപ്പം പല രീതിക്ക് ഇത് ചോദിക്കാം അല്ലേ. അപ്പോൾ ശ്രദ്ധിക്കുക, നോർമൽ ബ്രാക്കറ്റിനകത്ത് സെമി കോളൻ ഇട്ടാണ് ഇവ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ലൂപ്പിനകത്ത് ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം അതാണ്.
അതിനുശേഷം നമ്മൾ ബോഡി കൊടുക്കണം അല്ലേ. ബോഡി കൊടുക്കുന്നത് കേളി ബ്രേസസിനകത്ത് സെമി കോളൻ ഇട്ടാണ്. ഒന്നും കൂടെ നോക്കാം. ഫോർ ലൂപ്പാണ്, ബ്രാക്കറ്റ് നോർമൽ ബ്രാക്കറ്റിനകത്ത് ഇനിഷ്യലൈസേഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ്, കേളി ബ്രേസസ്, ബോഡി ഓഫ് ദ ലൂപ്പ്. ഓക്കെ, എന്നിട്ട് ആ കേളി ബ്രേസ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സ്. അപ്പോൾ നമുക്കിനി ഫോർ ലൂപ്പിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കിയാലോ. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ സിൻടാക്സ് ആണ്. ഫോർ ഇനിഷ്യലൈസ് ചെയ്തു, ടെസ്റ്റ് എക്സ്പ്രഷൻ കൊടുത്തു, അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. അപ്പോൾ അതെങ്ങനെ വരും? ഫോർ കൊടുത്തു, ഇനിഷ്യലൈസ് ചെയ്തല്ലേ, ഇൻറ്റ് ഐ ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് ഐ എന്ന് പറയുന്ന വേരിയബിളിന് 0 എന്ന് പറയുന്ന വാല്യൂ ഇനിഷ്യലൈസ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം എന്തുണ്ട്? ഒരു സെമി കോളൻ ഉണ്ട്. അതിനുശേഷം ടെസ്റ്റ് എക്സ്പ്രഷൻ. എന്താ ടെസ്റ്റ് എക്സ്പ്രഷൻ? കണ്ടീഷൻ ആണല്ലേ. നേരത്തെ പറഞ്ഞ ആ കണ്ടീഷൻ കൊടുത്തു. i <5 ആണോ എന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ ആദ്യം ഇനിഷ്യലൈസ് ചെയ്തു, അതിനുശേഷം അത് ചെക്ക് ചെയ്തു. അതിനുശേഷം I++. എന്താണ്? അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ ഇതിന് ഇൻക്രിമെന്റ് അല്ലെങ്കിൽ ഡിക്രിമെന്റ് എന്നും വിളിക്കാം കേട്ടോ. ഇൻക്രിമെന്റ് എന്ന് വെച്ചാൽ മുകളിലോട്ട് കൂട്ടി പോകും. ഡിക്രിമെന്റ് എന്ന് വെച്ചാൽ കുറച്ച് വരും. അതാണ് I മൈനസ് എന്നായിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, അതിനുശേഷം കേളി ബ്രേസസ് ഓപ്പൺ ചെയ്ത് ബോഡി ഓഫ് ദ ലൂപ്പ് കൊടുത്തു, കേളി ബ്രേസ് ക്ലോസ് ചെയ്തു, ബോഡി ഓഫ് ദ ലൂപ്പിന് ശേഷം സെമി കോളൻ കൊടുത്തു. അപ്പോൾ ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ വൈൽ ലൂപ്പ് ഒന്നും കൂടെ നോക്കണമെന്ന് തോന്നുന്നുണ്ടോ? ഇവ തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഒന്നും കൂടെ അറിയണമെന്ന് തോന്നില്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. വൈൽ ലൂപ്പും ഇതും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നോക്കിക്കേ. ഇവിടെ 4-നകത്താണല്ലോ ഇതെല്ലാം കൊടുത്തിരിക്കുന്നത്. അവിടെ ആദ്യം എന്താ ചെയ്തത്? ഇനിഷ്യലൈസ് ചെയ്തല്ലേ. ഐക്ക് 0 എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ ഇനിഷ്യലൈസ് ചെയ്തു. ഇവിടെ ആദ്യം ഇനിഷ്യലൈസ് ചെയ്തു. വൈലിൻ്റെ ബ്രാക്കറ്റിൽ കണ്ടീഷൻ കൊടുത്തു. ഇവിടെ എന്ത് ചെയ്തു? സെമി കോളൻ ഇട്ട് കണ്ടീഷൻ കൊടുത്തു. പിന്നെ ബോഡി ഓഫ് ദ ലൂപ്പിൻ്റെ ബോഡി കൊടുത്തു. അതിനുശേഷം അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തു, സെമി കോളൻ ഇട്ടു. അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് ആ കേളി ബ്രേസസിനുള്ളിലാണ് കേട്ടോ, അത് ശ്രദ്ധിക്കണേ. കേളി ബ്രേസസിനുള്ളിൽ കൊടുത്തു. പക്ഷേ ഫോർ ലൂപ്പിൽ എന്താണ്? ഇത് 3 ഒരുമിച്ച് കൊടുത്തു. ഇതിൻ്റെ രണ്ടിൻ്റെ ഔട്ട്പുട്ട് സെയിം ആയിട്ടായിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും എന്താണ്? എൻട്രി കൺട്രോൾഡ് ലൂപ്പാണ്. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇത് നമുക്ക് ഈ ലൂപ്പിൻ്റെ എലമെൻസിനെല്ലാം ഒരുമിച്ച് കൊടുക്കാൻ സാധിക്കും. വൈലിൽ അങ്ങനെയല്ല. ആദ്യം ഇനിഷ്യലൈസ് ചെയ്യും, പിന്നെ വൈൽ ബ്രാക്കറ്റിനകത്ത് കണ്ടീഷൻ കൊടുക്കും, ബോഡി കൊടുക്കും, ലാസ്റ്റ് അപ്ഡേറ്റ് കൊടുക്കും. ഓക്കെ, ഇനി നമുക്ക് ഡു വൈൽ നോക്കാം. എന്താ ഡു വൈൽ എന്ന് പറയുന്നത്? ഇതൊരു എക്സിറ്റ് കൺട്രോൾ ലൂപ്പാണ്. അപ്പോൾ നമ്മൾ നേരത്തെ എൻട്രി കൺട്രോൾഡ് 2 പറഞ്ഞു. അതിൻ്റെ പ്രത്യേകത എന്താണ്? തുടക്കത്തിലെ കണ്ടീഷൻ ചെക്ക് ചെയ്യും. അപ്പോൾ എക്സിറ്റ് കൺട്രോൾ എന്തായിരിക്കും? കണ്ടീഷൻ ലാസ്റ്റ് ആയിരിക്കും ചെക്ക് ചെയ്യുക. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് ഫോർ ലൂപ്പ് ആൻഡ് വൈൽ ലൂപ്പ്, ദ കണ്ടീഷൻ ഇസ് ഇവാലുവേറ്റഡ് ബിഫോർ എക്സിക്യൂട്ടിംഗ് ദ ബോഡി ഓഫ് ദ ലൂപ്പ് അല്ലേ. അപ്പോൾ ഫോർ ലൂപ്പിലും വൈൽ ലൂപ്പിലും കണ്ടീഷൻ ആദ്യമേ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്തിന് ഡു വൈലിൽ എന്ത് ചെയ്യുന്നു? കണ്ടീഷൻ ലാസ്റ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് ഒന്ന് നോക്കിക്കേ. ആദ്യം ഇനിഷ്യലൈസ് ചെയ്തു, ഡു എന്തോ ഒന്ന് ചെയ്യാൻ പറയുകയാണല്ലേ. കണ്ടീഷൻ ഒന്നും നോക്കണ്ട, ഇപ്പം ഇത് എന്നുള്ളത് പോലെ. അപ്പോൾ ഡു കൊടുത്തു, ബോഡി ഓഫ് ദ ലൂപ്പ് കൊടുത്തു, അതിനുശേഷം അപ്ഡേഷനും കൊടുത്തു. അതിനുശേഷമാണ് വൈലിൻ്റെ ബ്രാക്കറ്റിനകത്ത് കണ്ടീഷൻ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? ആദ്യം ഇനിഷ്യലൈസ് ചെയ്തു, അതിനുശേഷം ഡു കൊടുത്തു, ബ്രാക്കറ്റിനകത്ത് ബോഡി ഓഫ് ദ ലൂപ്പ് കൊടുത്തു, അതിനുശേഷം അപ്ഡേഷനും കൊടുത്തു, അതിനുശേഷം ആ ബ്രാക്കറ്റൊക്കെ ക്ലോസ് ചെയ്തതിന് ശേഷം വൈലിനകത്ത് കണ്ടീഷൻ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം, എങ്ങനെ വരുമെന്ന് നോക്കാം. ഇവിടെ ആദ്യം എന്ത് ചെയ്തു? ഇനിഷ്യലൈസ് ചെയ്തല്ലേ. ഇൻറ്റിന് i is equal to 0 എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് എന്തോ ഒരു കാര്യം ചെയ്യാൻ പറയാണ്. ഡു എന്ന് പറഞ്ഞ് i പ്രിന്റ് ചെയ്യാൻ പറയുന്നുണ്ട്. i പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പറയുകയാണ്. അപ്പോൾ 0 കൊടുത്തു എങ്കിൽ പിന്നെ ആദ്യം 0 പ്രിന്റ് ചെയ്തോളൂ എന്നവിടെ പറയാണ്. എങ്കിൽ 0 പ്രിന്റ് ചെയ്തതിന് ശേഷം ഒരു വാല്യൂ കൂട്ടാൻ പറഞ്ഞു. ആ വാല്യൂ കൂട്ടിയതിന് ശേഷം പോയി ആ കണ്ടീഷൻ ചെക്ക് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ 0 കൂട്ടി 1 ആക്കി. ഇനി 1 <5 ആണോ എന്ന് നോക്കുക. അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? വാല്യൂ ഇനിഷ്യലൈസ് ചെയ്തു, എന്നിട്ട് ഒരു കാര്യം ചെയ്യുമെന്ന് ഇവിടെ പറയുകയാണ്. അപ്പോൾ എന്താ ചെയ്യുന്നത്? ആ സംഭവം, ആ സ്റ്റേറ്റ്മെൻറ്റ്, ബോഡി ഓഫ് ദ ലൂപ്പ്, ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഐയുടെ വാല്യൂ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. ഐയുടെ വാല്യൂ പ്രിന്റ് ചെയ്തു. അതിനുശേഷം 1 കൂട്ടാൻ പറഞ്ഞു, അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞു, അപ്ഡേറ്റ് ചെയ്തു. ഇനി അപ്ഡേറ്റ് ചെയ്ത സാധനത്തിന് ശേഷം തൊട്ട് ഇനി അത് കറക്റ്റ് ആണോ എന്ന് പോയി ചെക്ക് ചെയ്യുക. ആ കണ്ടീഷൻ പോയി ചെക്ക് ചെയ്യുക. അപ്പോൾ ഈ ഓർഡറിലാണ് വരിക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്താണ്? ഡു വൈൽ ഒരു എക്സിറ്റ് കൺട്രോൾ ലൂപ്പാണ്. എന്താണ് ഡു വൈൽ? ഡു വൈൽ ഒരു എക്സിറ്റ് കൺട്രോൾ ലൂപ്പാണ്. എക്സിറ്റിലാണ് അതിൻ്റെ കൺട്രോൾ ഇരിക്കുന്നത്. കണ്ടീഷൻ ലാസ്റ്റ് ചെക്ക് ചെയ്താൽ മതി, ബാക്കിയൊക്കെ എക്സിക്യൂട്ട് ചെയ്തോ ലാസ്റ്റ് പോയി കണ്ടീഷൻ നോക്കും. അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡു വൈൽ. അപ്പോൾ ഒരു എക്സിറ്റ് കൺട്രോൾ ലൂപ്പും ഒരു എൻട്രി കൺട്രോൾ ലൂപ്പും തമ്മിലുള്ള ഒരു കോഡ് ഡിഫറൻസ് ഒന്ന് നോക്കാം അല്ലേ. ഇത് ഡു വൈലാണ്, ഇത് വൈലാണ്. അപ്പോൾ ഡു വൈലിൽ എന്താണ്? തുടക്കത്തിൽ ഇനിഷ്യലൈസ് ചെയ്തു, വാല്യൂ കൊടുത്തു. ഇവിടെ എന്ത് ചെയ്തു? ഇനിഷ്യലൈസ് ചെയ്തു, വാല്യൂ കൊടുത്തു. ഡു കൊടുത്തിട്ട് ബോഡി ഓഫ് ദ ലൂപ്പ് കൊടുത്തു.
അതിനുശേഷം ഇവിടെ അപ്ഡേറ്റ് കൊടുത്തു, കണ്ടീഷൻ കൊടുത്തു. ഇവിടെ എന്താ ചെയ്തത്? കണ്ടീഷൻ കൊടുത്തു, ബോഡി ഓഫ് ദി ലൂപ്പ് കൊടുത്തു, അതിനുശേഷം അപ്ഡേറ്റ് ചെയ്തു. അപ്പോൾ ഇത് ഡു വൈലും ഇത് വൈലുമാണ്. ഇത് എക്സിറ്റ് കൺട്രോളാണ്, ഇത് എൻട്രി കൺട്രോളാണ്. മറ്റൊരു എൻട്രി കൺട്രോൾ ലൂപ്പ് ഏതാണ്? ഫോർ ലൂപ്പാണ്. അപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് ഏതാണ് എന്ന് ചോദിക്കാം. എന്നിട്ട് ഒരുപാട് തരം ലൂപ്പുകൾ ചോദിക്കാം. അപ്പോൾ ഏതായിരിക്കും എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്? ഡു വൈലാണല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിക്കാനുണ്ടായിരുന്ന ലൂപ്പുകൾ ഇത് 3 ഏതൊക്കെയാണത്? ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്. ഏതൊക്കെയാണ്? ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്. ഫോർ ലൂപ്പ് എന്താണ്? എൻട്രി കൺട്രോൾ ആണ്, അതായത് തുടക്കത്തിലെ കണ്ടീഷൻ ഉണ്ട്. വൈൽ ലൂപ്പ് എന്താണ്? അതും എൻട്രി കൺട്രോൾഡ് ആണ്, അതായത് എൻട്രി കൺട്രോൾ ആണ്. ഡു വൈൽ ലൂപ്പ് എന്താണ്? അതൊരു എക്സിറ്റ് കൺട്രോൾ ലൂപ്പാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ലൂപ്പിനെ പറ്റി ഓർത്ത് വയ്ക്കുക, മറക്കാനേ പാടില്ല. പിന്നെ അതിൻ്റെ സിൻടാക്സിനേക്കാളും ഏറ്റവും എളുപ്പം ഈ എക്സാമ്പിൾ വെച്ച് പഠിക്കുന്നതാണല്ലേ. അപ്പോൾ ഒരു എക്സാമ്പിൾ എഴുതി നോക്കുക, അതിനുശേഷം അതിൽ നിന്ന് അതിൻ്റെ സിൻടാക്സ് എടുക്കാം. നമുക്കറിയാം ഈ ലൂപ്പിനകത്ത് എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്ന്. ഇനിഷ്യലൈസേഷൻ ഉണ്ട്, കണ്ടീഷൻ ഉണ്ട്, അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ബോഡി ഓഫ് ദി ലൂപ്പ് ഉണ്ട്. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ നിന്ന് നിങ്ങൾക്ക് ആ ഒരു സിൻടാക്സ് എഴുതിയെടുക്കാൻ എളുപ്പമല്ലേ. ഇനി നമ്മൾ നോക്കാനുള്ളത് അടുത്ത ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, ജമ്പിങ് സ്റ്റേറ്റ്മെൻറ്റ്. ജമ്പ് ചെയ്യുക അല്ലേ, ജമ്പ് ചെയ്യുക. ഇപ്പോൾ എവിടെ നിന്നൊക്കെയോ ജമ്പ് ചെയ്യുന്ന പരിപാടിയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എന്താ ജമ്പിങ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് നോക്കാം. ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ യൂസ്ഡ് ടു മാനിപ്പുലേറ്റ് ദ ഫ്ലോ ഓഫ് ദ പ്രോഗ്രാം ഇഫ് സം കണ്ടീഷൻസ് ആർ മെറ്റ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മാനിപ്പുലേറ്റ് ദ ഫ്ലോ ഓഫ് ദ പ്രോഗ്രാം. ഒരു നല്ല സുഖമായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന ആ ഒരു പ്രോഗ്രാമിന് എന്തോ ഒരു പ്രശ്നം വരുത്താണ്. ഇറ്റ് ഈസ് ഗോയിങ് ടു മാനിപ്പുലേറ്റ് ദ ഫ്ലോ ഓഫ് ദ പ്രോഗ്രാം. ആ പ്രോഗ്രാമിൻ്റെ ആ ഫ്ലോയെ അത് ചേഞ്ച് വരുത്തുകയാണ് ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുന്നത്. It is used to terminate or continue the loop inside a program or to stop the execution of a function. അപ്പോൾ ഇത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ഒന്നെങ്കിലും ഒരു ലൂപ്പിൽ നിന്ന് ചാടി പുറത്തു വരാൻ, ടെർമിനേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനം സ്കിപ്പ് ചെയ്ത് അടുത്തതിലോട്ട് പോകാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ ടൈപ്പ് ഓഫ് ലൂപ്പും അതിൻ്റെ എക്സാമ്പിളും പഠിക്കുമ്പോൾ ഇത് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. സംഭവം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ആ പ്രോഗ്രാമിൻ്റെ ഫ്ലോയിലൊരു ചേഞ്ച് വരുത്തുകയാണ് ചെയ്യുന്നത്. അതാണ് ജമ്പിങ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്. C++ൽ 4 ടൈപ്പ് ഓഫ് ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ 4 ടൈപ്പുകൾ ഏതാണ് എന്ന് നോക്കി വയ്ക്കുക. 1 ബ്രേക്ക് എന്ന് പറയുന്നത് ഒരു ജമ്പ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പം സ്വിച്ച് എന്ന് പറയുന്ന ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റിൽ ബ്രേക്ക് എന്ന് പറയുന്ന കീവേഡ് നമ്മൾ പഠിച്ചു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ബ്രേക്ക് അവിടെ ഉപയോഗിച്ചത്? ആ ഒരു കേസ് ഫുൾഫിൽ ആകുമ്പോഴല്ലേ, ആ ഒരു കണ്ടീഷൻ അവിടെ ട്രൂ ആയിട്ട് വരുമ്പം അത് ബാക്കി കോഡ് നോക്കാതെ അവിടെ നിന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ടാണ് ബ്രേക്ക് ഉപയോഗിച്ചത്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ പറയുന്നത് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്. അതിനുശേഷം കണ്ടിന്യൂ. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? കണ്ടിന്യൂ ചെയ്യാനാണല്ലേ. പക്ഷേ അവിടെ എന്തെങ്കിലും ഒരു സാധനം സ്കിപ്പ് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യാനാണ് പറയുന്നത്. പിന്നെ ഗോ ടു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, പിന്നെ റിട്ടേൺ ഉണ്ട്. അപ്പോൾ ഈ 4 ടൈപ്പുകൾ ഏതാണ് എന്ന് നോക്കി വെക്കുക. C++ലുള്ള 4 ടൈപ്പ് ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണ്? ബ്രേക്ക്, കണ്ടിന്യൂ, ഗോ ടു, റിട്ടേൺ. ഏതൊക്കെയാണ്? ബ്രേക്ക്, കണ്ടിന്യൂ, ഗോ ടു, റിട്ടേൺ. ഒന്നും കൂടെ നോക്കുക. ബ്രേക്ക്, കണ്ടിന്യൂ, ഗോ ടു, റിട്ടേൺ. അപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് മെയിനായിട്ട് അറിഞ്ഞിരിക്കാനുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡെഫിനിഷൻ അറിഞ്ഞിരിക്കേണ്ട 2 ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ബ്രേക്കും കണ്ടിന്യൂ. അപ്പോൾ നമുക്ക് അത് തമ്മിലുള്ള ഡിഫറൻസ് വെച്ച് ആദ്യം പഠിക്കാം. ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് യൂസ്ഡ് വിത്ത് സ്വിച്ച് ആൻഡ് ലൂപ്സ്. അപ്പോൾ സ്വിച്ചിലും ലൂപ്പിലും ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കാം. അതൊരു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ക്യാൻ ഓൺലി ബി യൂസ്ഡ് വിത്ത് സ്വിച്ച് എന്ന് ചോദിച്ചാൽ ശരിയാണോ? തെറ്റാണ്. ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് ക്യാൻ ഓൺലി ബി യൂസ്ഡ് വിത്ത് ലൂപ്സ് എന്ന് ചോദിച്ചാൽ ശരിയാണോ? അതും തെറ്റാണ്. അപ്പോൾ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് എവിടെ ഉപയോഗിക്കാം? സ്വിച്ചിനോടൊപ്പം ലൂപ്പിനോടൊപ്പം ഉപയോഗിക്കാം. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് എടുത്ത് പറയാൻ കാരണം കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കേ. ഇറ്റ് ക്യാൻ ഓൺലി ബി യൂസ്ഡ് വിത്ത് ലൂപ്പ്. കണ്ടിന്യൂ ലൂപ്പിനോടൊപ്പം മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ബ്രേക്ക് എങ്ങനെയാണ്? സ്വിച്ചിൻ്റെ കൂടെ ലൂപ്പിൻ്റെ കൂടെ ഉപയോഗിക്കാം. കണ്ടിന്യൂ എന്ത് ചെയ്യാൻ പറ്റൂ? ലൂപ്പിൻ്റെ ഒപ്പം മാത്രമേ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുള്ളൂ. brings the program control outside the switch or loop by skipping the rest of the statements within the block. അപ്പോൾ ഇവിടെ 2-3 കാര്യങ്ങളുണ്ട്. brings the program control ഔട്ട്സൈഡ് ദ സ്വിച്ച് ഓർ ലൂപ്പ്. അപ്പം നമുക്ക് ലൂപ്പിൻ്റെ കൂടെ സ്വിച്ചിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റും. ഇത് പ്രോഗ്രാം കൺട്രോളിനെ പുറത്ത് കൊണ്ടുവരികയാണ്. അതായത് ആ പ്രോഗ്രാം അവിടെ സ്റ്റോപ്പ് ചെയ്ത് പുറത്ത് വരികയാണ്. എങ്ങനെയാണ്? ബൈ സ്കിപ്പിംഗ് ദ റെസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് വിതിൻ ദ ബ്ലോക്ക്. അപ്പോൾ എന്താ ഇവിടെ ചെയ്യുന്നത്? ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റിനെ മൊത്തം സ്കിപ്പ് ചെയ്യും. എവിടെ നിന്നാണോ തീരുന്നത് അവിടെ വെച്ചത് നിർത്തി അവസാനിപ്പിച്ച് പോവുകയാണ്. ഇറ്റ് സ്കിപ്സ് ദ റെസ്റ്റ് ഓഫ് ദ പ്രോഗ്രാം, അല്ലെങ്കിൽ റെസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്. ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ സ്കിപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂ എന്ത് ചെയ്യും? ബ്രിങ്സ് ദ പ്രോഗ്രാം കൺട്രോൾ ടു ദ ബിഗിനിങ് ഓഫ് ദ ലൂപ്പ് ബൈ സ്കിപ്പിംഗ് ദ റെസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് വിതിൻ ദ ബ്ലോക്ക്.
അപ്പോൾ പ്രോഗ്രാം കൺട്രോളിനെ ലൂപ്പിൻ്റെ തുടക്കത്തിലേക്ക് കൊണ്ടുപോകും. ബ്രിങ്സ് ദ പ്രോഗ്രാം കൺട്രോൾ ടു ദ ബിഗിനിങ് ഓഫ് ദ ലൂപ്പ്. ഇത് എക്സാമ്പിൾ നോക്കുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാകും കേട്ടോ. പ്രോഗ്രാം കൺട്രോൾ ഗോസ് ഔട്ട് ഓഫ് ദ ലൂപ്പ് ഈവൻ ദോ ദ ടെസ്റ്റ് എക്സ്പ്രഷൻ ഈസ് ട്രൂ. പ്രോഗ്രാം കൺട്രോൾ ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ പോലും പ്രോഗ്രാം കൺട്രോൾ അത് അവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ കണ്ടിന്യൂ ആണെങ്കിൽ പ്രോഗ്രാം കൺട്രോൾ ഗോസ് ഔട്ട് ഓഫ് ദ ലൂപ്പ് ഓൺലി വെൻ ദ ടെസ്റ്റ് എക്സ്പ്രഷൻ ബിക്കംസ് ഫോൾസ്. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിലും അത് പുറത്തു പോകും. അതായത് പിന്നെ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല, ബ്രേക്ക് ആണെങ്കിൽ പോയത് തന്നെ എന്നുള്ള പോലെ ഓർത്താൽ മതി. പക്ഷേ കണ്ടിന്യൂ ആണെങ്കിൽ എന്താണ്, ടെസ്റ്റ് എക്സ്പ്രഷൻ ഫോൾസ് ആകുമ്പോൾ മാത്രമേ അത് പുറത്ത് പോവുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആ ഒരു എക്സാമ്പിൾ നോക്കാം, ഇത് എങ്ങനെ വരുമെന്ന് നോക്കാം. ആദ്യം ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നു, ഒരു ലൂപ്പാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. ഇൻറ്റ് i = 0 ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. ഐക്ക് 0 എന്ന് പറയുന്ന വാല്യൂ കൊടുത്തു. അതിനുശേഷം കണ്ടീഷൻ കൊടുത്തിരിക്കുന്നു എന്താണ്, i <10, i 10 താഴെയാണോ എന്ന് ചെക്ക് ചെയ്യുക, അതാണ് കണ്ടീഷൻ. അതിനുശേഷം എന്ത് കൊടുത്തു, അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, എന്താണ് i++. അപ്പോൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുക, ഓരോ തവണയും ഐക്ക് 1 കൂട്ടി വീണ്ടും പോയി കണ്ടീഷൻ ചെക്ക് ചെയ്യുക. അങ്ങനെ ആ ഒരു ലൂപ്പ് നോക്കുന്നു. ഇഫ് i = 4, അപ്പോൾ ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്, പെട്ടെന്ന് വേറൊരു കണ്ടീഷൻ കൊടുത്തിരിക്കുകയാണ്, ഇഫ് കണ്ടീഷൻ. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഈക്വൽ ടു ഇതെന്ന് പറയുന്ന ഒരു കമ്പാരിസൺ ഓപ്പറേറ്ററാണ്. ഐയുടെ വാല്യൂ 4 തുല്യമാണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ഐ വെറും =4 എന്നാണ്, അതായത് i = 4 എന്ന് കൊടുത്താൽ ഐക്ക് 4 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഐ ഈക്വൽ ടു രണ്ട് ഈക്വൽസ് കൊടുത്താൽ ഐയുടെ വാല്യൂ 4 തുല്യമാണോ എന്ന് നോക്കുന്നുണ്ട്. അത് നോക്കിയതിന് ശേഷം എന്ത് കൊടുത്തിരിക്കുകയാണ്, ബ്രേക്ക് കൊടുത്തിരിക്കുകയാണ്. ഐയുടെ വാല്യൂ 4 തുല്യമാണോ എന്ന് നോക്കുക, അങ്ങനെയെങ്കിൽ ബ്രേക്ക് ചെയ്തോ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ത് വരും. പക്ഷേ ഇവിടെ ഒരു കാര്യം, ഔട്ട്പുട്ട് നോക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന i <10 ആണല്ലേ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 10 വരേക്കും ഉള്ള കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ അല്ലാതെ ഒരു ഇഫ് കണ്ടീഷൻ കൊടുത്തിരിക്കുകയാണ്, i 4 തുല്യമാണോ അതുവരെ നോക്കിയാൽ മതി, എങ്കിൽ ബ്രേക്ക് ചെയ്തോ എന്ന് പറയുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ത് വരും, 0 1 2 3 4 എന്ന് നോക്കും. അതായത് i 4 ആകുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കുന്നു, <10 ആണ്, കണ്ടീഷൻ ശരിയാണ്. പക്ഷെ കണ്ടീഷൻ ശരിയാണെങ്കിലും എന്ത് സംഭവിക്കുന്നുണ്ട്, ബ്രേക്ക് കൊടുത്തിരിക്കുകയാണ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ് ഒന്നും കൂടെ നോക്കാം. പ്രോഗ്രാം കൺട്രോൾ ഗോസ് ഔട്ട് ഓഫ് ദ ലൂപ്പ് ഈവൻ ദോ ദ ടെസ്റ്റ് എക്സ്പ്രഷൻ ഈസ് ട്രൂ. കണ്ടീഷൻ ശരിയാണെങ്കിൽ പോലും പ്രോഗ്രാം കൺട്രോൾ ബ്രേക്ക് കൊടുത്താൽ അത് പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞ ആ ഒരു പോയിന്റ്. അപ്പോൾ ഐക്ക് 4 എന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പം 4 തൊട്ട് മുമ്പ് വരെ അത് പ്രിന്റ് ചെയ്യും. അപ്പോൾ കണ്ടിന്യൂ എങ്ങനെ വരും, ഇവിടെ അതേ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുകയാണ്. ഇൻറ്റിന് 0 കൊടുത്തു, i <10 കൊടുത്തു, i++ കൊടുത്തു. ഇഫ് i = 4 നേരത്തെ അതേ സംഭവം കൊടുക്കുകയാണ്. ഇവിടെ ആകെ ഒരു വ്യത്യാസമേ ഉള്ളൂ, ഇവിടെ ബ്രേക്ക് കൊടുത്തെങ്കിൽ ഇവിടെ കണ്ടിന്യൂ കൊടുത്തു. അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തത്. i = 4 എന്ന് പറഞ്ഞ് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ത് വരും, ഇതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട്. 0 1 2 3 4 ഇല്ല, 4 ആണോ എന്ന് ചെക്ക് ചെയ്തു, 4 ആണ് എങ്കിൽ പിന്നെ അത് സ്കിപ്പ് ചെയ്തോ ഇട്ട്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, സ്കിപ്പാണ് ചെയ്യുന്നത്. ഇവിടെ കണ്ടിന്യൂവിൽ സ്കിപ്പാണ് ചെയ്യുന്നത്. എന്നിട്ട് ഫോൾസ് ആകുന്നത് വരേക്കും, അതായത് നമ്മൾ നേരത്തെ കൊടുത്ത i <10 കൊടുത്തില്ലേ, അപ്പോൾ 10 ആണോ എന്നുള്ള കണ്ടീഷൻ അത് ഫോൾസ് ആകുന്നത് വരേക്കും ആ ലൂപ്പ് പൊയ്ക്കൊണ്ടിരിക്കും. ഇവിടെ ഇപ്പോൾ കണ്ടീഷൻ ട്രൂ ആണെങ്കിലും പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല, അത് അവിടെ നിന്ന് ബ്രേക്കായി. പക്ഷേ ഇത് കണ്ടീഷൻ ഫോൾസ് ആകുന്നത് വരേക്കും അതുവരെ പോകും. അപ്പോൾ ആ എക്സാമ്പിളിലോട്ട് തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ എങ്ങനെ വരും, 0 1 2 3 ആ 4 അത് നമ്മളിവിടെ കൊടുത്തു, അത് സ്കിപ്പ് ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിനാണ് കണ്ടിന്യൂ കൊടുത്തത്. അവിടെ 4 സ്കിപ്പായി. പിന്നെ എന്ത് കൊടുത്തു, 5 6 7 8 9 കണ്ടീഷൻ 10 എത്തുമ്പോൾ ഫോൾസ് ആവും. അപ്പോൾ കണ്ടീഷൻ ഫോൾസ് ആവുന്നത് വരേക്കും ആ ലൂപ്പ് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതാണ് ജമ്പ് സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് പഠിക്കാനുള്ള ബ്രേക്കും കണ്ടിന്യൂ. ഓക്കെ, താങ്ക് യു.